നമസ്തേ. രാമായണ അധിക്ഷേപം തുടർന്ന് മാധ്യമം ദിനപത്രം രാമായണ സ്വരങ്ങൾ എന്ന പേരിൽ എഡിറ്റോറിയൽ പേജിലുള്ള പരമ്പരയിലെമ്പാടും രാമായണം കെട്ടുകഥയാണെന്നും സ്ത്രീവിരുദ്ധമാണെന്നും സവർണർക്കായി മാത്രം രചിക്കപ്പെട്ടതാണെന്നും വരുത്തി തീർക്കാനുള്ള വ്യാഖ്യാനങ്ങളാണ്. ഒരു ഭാഗത്ത് ഹൈന്ദവ വിശ്വാസങ്ങളെ കടന്നാക്രമിക്കുകയാണ് ലക്ഷ്യമെങ്കിൽ മറുഭാഗത്ത് നിസ്കാരത്തിന് സ്ഥലം വേണമെന്ന് ശഠിച്ച് ക്രൈസ്തവ മാനേജ്മെൻറ്റിന് കീഴിലുള്ള കലാലയത്തിൽ അശാന്തി വിതക്കുക. ജന ഡിബേറ്റ് പരിശോധിക്കുന്നു. അജണ്ട ഇസ്ലാമികവൽക്കരണമോ? രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകരായ ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഒ അബ്ദുള്ള, ഡോക്ടർ ആരിഫ് ഹുസൈൻ തിരുവത്ത് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെ, ശ്രീ ഒ അബ്ദുള്ള, നമുക്ക് നിസ്കാരത്തിൽ തുടങ്ങാം. നിസ്കാരത്തിന് ക്ലാസ് റൂം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു വിഭാഗം വിദ്യാർത്ഥികൾ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടത്തിയ സമരം വളരെ ആലോചിച്ചുറപ്പിച്ച് ആസൂത്രിതമായി സംഘടിപ്പിച്ചതല്ലേ? അങ്ങനെ ആസൂത്രിതമായി സംഘടിപ്പിച്ചതാണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ തെളിവ് വേണം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്ത്രീക്കും പുരുഷനും നമസ്കാരം നിർബന്ധമാണ് 5 നേരം. ഈ ചില കാരണങ്ങളാൽ വിദ്യാർത്ഥികൾ ദൂരെ നിന്ന് വരുന്നവരാണെങ്കിൽ അവർക്ക് കോളേജ് വിട്ടതിന് ശേഷം ഒന്നിച്ച് ചെയ്താൽ മതി. പിന്നെ ഉച്ചനേരത്തെ നമസ്കാരത്തോടൊപ്പം വൈകുന്നേരത്തെ നമസ്കാരം നിർവഹിക്കാം, അല്ലെങ്കിൽ മറിച്ചും ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതൊരു നിർമ്മല കോളേജിൽ മാത്രമുള്ള സംഭവമല്ല. ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലുടനീളം ക്രൈസ്തവ മാനേജ്മെൻറ്റുകളും ഹൈന്ദവ മാനേജുകളും മുസ്ലിം മാനേജുകളൊക്കെ അനുവദിക്കുന്ന സംഭവമാണ്. ഇതെങ്ങനെയാണ് ഒരു ഇഷ്യൂ ആയി മാറിയത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ വീട്ടിലും എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർ പലരും ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾക്ക് ദേവഗിരി കോളേജൊക്കെ ഉള്ള കോളേജുകളിൽ എല്ലാം പഠിച്ചവരാണ്. അവർക്കൊക്കെ അവിടെ അനുവാദമുണ്ട്. ഇത് കവിഞ്ഞാൽ 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 6 മിനിറ്റ് നേരത്തെ സമയമാണ്. അത് ബ്രേക്ക് ടൈമിൽ ഇവർ ക്ലാസ് റൂം ഒന്നതിന് ആവശ്യമില്ല. ചെറിയൊരു ഇടം ഒന്ന് കുമ്പിട്ട് പൊന്തുക ഇതേ ആവശ്യമുള്ളൂ. അത് അനുവദിച്ചു എന്നതുകൊണ്ട് കോളേജ് കെട്ടിടം താഴോട്ട് വീഴുകയില്ല. അഥവാ ഇനി ഒരു നിലക്ക് ഇവർ അനുവദിക്കുകയില്ല എങ്കിൽ ഇവർക്ക് പുറത്ത് പോയി ബ്രേക്ക് ടൈം കഴിഞ്ഞതിന് ശേഷം നിർവഹിക്കാവുന്നതാണ്. ഇതൊന്ന് നമ്മൾ തമ്മിൽ അകലാനുള്ളതായ ഇഷ്യൂ ആക്കി മാറ്റുകയും അതിനെ പർവ്വതീകരിച്ച് വലുതാക്കി എന്തൊക്കെയോ ആക്കി അവതരിപ്പിക്കുകയോ ചെയ്യുന്ന ഒരാവശ്യമില്ല. ഇതിലൊന്നും ഒരു അജണ്ടയുമില്ല. മുസ്ലിമാണോ അയാൾ നമസ്കരിക്കൽ നിർബന്ധം, അത് ചെയ്യാതിരിക്കാൻ പറ്റൂല. വ്യത്യാസം മുസ്ലിം അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരം അനുഷ്ഠിക്കലും അനുഷ്ഠിക്കാതിരിക്കുക. അതിൽ ചെയ്യാൻ വേണ്ടി വേണ്ടത്ര ബ്രേക്ക് ടൈം ഉണ്ട്. അത് അവർക്ക് എവിടെ വെച്ച് നിർവഹിക്കാം. ഇനിയിപ്പോൾ അവിടെ കോളേജ് ആളുടെ സമ്മതിക്കുന്നില്ലെങ്കിൽ കോളേജിൻ്റെ മുറ്റത്തോ കോളേജിൻ്റെ ഇടനായിലോ എവിടെ വെച്ച് ചെയ്യാവുന്നതാണ്. അത് ഒരു ഇഷ്യൂ ഉണ്ടാക്കുക, അങ്ങനെ ഒരു ഇസ്ലാമിക് പരത്തുക, അങ്ങനെ അവർ ഭീകരരായിട്ടും പിന്നെ ഇപ്പോൾ താങ്കൾ പറഞ്ഞ മാതിരി ഇസ്ലാമിൻ്റെ ഒരു അധിനിവേശത്തിനും മറ്റും ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്യേണ്ടതായ ഒരാവശ്യമില്ല. കേട്ടില്ല കണ്ടില്ല നടിക്കാൻ മാത്രമേ യഥാർത്ഥത്തിൽ സംഗതിയുള്ളൂ. അതിനൊരു ഇഷ്യൂ അതിന് മറുപടി തരാൻ ഞങ്ങൾ തയ്യാറുമാണ്. ശരി. ശ്രീ ഒ അബ്ദുള്ള, മുസ്ലിം മാനേജ്മെൻറ്റിന് കീഴിലുള്ള ഒരു കലാലയത്തിൽ ഒരു വിഭാഗം ഹിന്ദുക്കളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഗണപതി ഹോമം നടത്തണം എന്നാവശ്യപ്പെട്ട് പ്രിൻസിപ്പാളിനെ ഉപരോധിക്കുന്നു. ഗണപതി ഹോമം നടത്താനുള്ള അനുവാദം പ്രിൻസിപ്പാൾ നൽകുമോ? പ്രിൻസിപ്പാൾ നൽകുമോ എന്നുള്ള പ്രിൻസിപ്പാളിൻ്റെ വിവേചനത്തിനനുസരിച്ച് നിൽക്കും. കോളേജിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തടസ്സമല്ലാത്ത രീതിയിൽ അവരുടെ ക്ലാസ് ടൈമിലല്ലാത്ത ഒരവസരത്തിൽ മറ്റുള്ളവർക്ക് ശല്യമില്ലാതെ നമസ്കാരം ആർക്കും ശല്യമില്ലാതെ വളരെ ചുരുങ്ങിയ സ്ഥലം കൊണ്ട് ഒരു 5 മിനിറ്റ് നിർവഹിക്കാവുന്നതാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു അവശിഷ്ടം അതിൻ്റെ ഉണ്ടാവില്ല, ഒന്നും ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ ഗണപതി ഹോമമാണ് ഹിന്ദു കുട്ടികൾക്ക് താല്പര്യമെങ്കിൽ അവർക്കത് ചെയ്യാവുന്നതാണല്ലോ. ആരായാലും തടസ്സം. അങ്ങനെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. മുസ്ലിം സ്ഥാപനങ്ങളിൽ തന്നെ അങ്ങനെ ചെയ്യുന്ന ഇന്ത്യയിലുണ്ട്. എനിക്കറിയാവുന്ന സ്ഥാപനങ്ങൾ. അതിലെന്താ പ്രശ്നമുള്ളത്? അല്ല, ഇപ്പോൾ നിസ്കാരത്തിന് പരിമിതമായ സ്ഥലം മതി, പക്ഷേ ഒരു ക്ലാസ് റൂം വേണമെന്ന് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുമ്പോൾ അത് സതുദ്ദേശപരമാണോ? അല്ല, ബ്രേക്ക് ടൈമിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കെ അവരത് ആവശ്യപ്പെടാൻ ഇടയില്ല.
അങ്ങനെ ടൈമിൽ പ്രാർത്ഥന നിർബന്ധമായ സമയത്ത് ക്ലാസ് ഉണ്ടാവില്ല. ഉച്ചയ്ക്കൊരു മണി ബ്രേക്ക് ടൈം നമ്മൾ കണക്കാക്കുക. ഉച്ചയ്ക്കൊരു മണി 1 മുതൽ 2 വരെ ഒഴിവാണ്. ആ സമയത്തിനിടയിൽ നിർവഹിക്കാതെയുള്ളൂ. ബാക്കി നമസ്കാരങ്ങളൊക്കെ വീട്ടിൽ പോയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി നിർവഹിക്കാതെയുള്ളൂ. ഒറ്റ നമസ്കാരത്തിനെ പറ്റിയ സമയം പ്രശ്നം. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് സമയം അനുവദിക്കുന്നില്ലേ, അതിന് കൂടുതലാണ് സമയം. പിന്നെ അവിടെ ഒരു പ്രസംഗമൊക്കെ നടക്കും. ഇതല്ലാത്ത ദിവസങ്ങളിൽ പ്രസംഗങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു 3-4 മിനിറ്റ് അതൊരു ക്ലാസ് റൂമിൽ കുറേ അധികം കുട്ടികളുണ്ടെങ്കിൽ, ഒന്നിലധികം ആളുണ്ടെങ്കിൽ ഇമാമും ജമാഅത്തും എന്ന് പറയും. ഒരാൾ മുമ്പിൽ നിൽക്കുക, മറ്റേ ആളെ പിന്തുടരുക. അങ്ങനെ ഒരു നേതൃത്വം ഉണ്ടാകും പ്രാർത്ഥനയ്ക്ക്. ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ സിംഗിളായിട്ടാണെങ്കിൽ നേതൃത്വം വേണ്ട. ഒന്നിലധികം ആളുകളുണ്ടെങ്കിൽ നേതാവും ബാക്കിയുള്ളവർ പിന്നീട് അണിനിരക്കുന്നില്ല. ഇപ്പോൾ കുറേ അധികം വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ക്ലാസ് റൂം അനുവദിച്ചു. എന്താ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത്? കുട്ടികൾ പ്രാർത്ഥിക്കുകയും ദൈവവിധിക്കനുസരിച്ച് ജീവിക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടികൾ കൂടുതൽ അച്ചടക്കമുള്ളവരും ബസ്സിന് കല്ലെറിയാത്തവരും അധ്യാപകന്മാരെ ഗരാവ് ചെയ്യാത്തവരും അതുപോലെയുള്ളവരൊക്കെ ആയിട്ട് മാറും. മതപരമായ അനുഷ്ഠാനമുള്ള കുട്ടികൾ ശ്രദ്ധിച്ച് നോക്കേണ്ടി. അവരിൽ വേണ്ടാത്തത് വളരെ കുറവായിരിക്കും. കഞ്ചാവോ അല്ലെങ്കിൽ അതുപോലുള്ള വേണ്ടാത്തതൊന്നും ഉണ്ടാവില്ല. പെൺകുട്ടികളെ തോണ്ടുന്നവരുണ്ടാവില്ല. പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നത് ദൈവത്തിന് മുമ്പിൽ വണങ്ങുകയും ദൈവത്തിനെ വന്ദിക്കുകയും ദൈവകൽപ്പന അനുസരിച്ച് ഞങ്ങൾ ജീവിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യാനാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിൽ ആദ്യത്തെ വാചകം തന്നെ, ഞാനിതാ ദൈവത്തിന് നേരെ മുഖം തിരിച്ചിരിക്കുന്നു, നിന്റെ അടിമയാണ് ഞാൻ, നീ പറഞ്ഞതെല്ലാം അനുസരിക്കാൻ തയ്യാറാണ് എന്ന് ഏറ്റു പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു കുട്ടി പുറത്തിറങ്ങിയിട്ട് വേറുള്ളവരോട് വികൃതി കാണിക്കൂല. അതുകൊണ്ട് സ്ഥാപനാധികൃതർ അവരത് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ചെയ്യാത്ത കുട്ടികളോട് കൂടി പ്രാർത്ഥിക്കാൻ പറയണം. അല്പസമയം അവർക്ക് അനുവദിച്ച് കൊടുക്കുക വേണ്ടത്. ബസ്സിന് കല്ലെറിയാനും വേറെ വേണ്ടാത്ത ചെയ്യാനൊക്കെ കുട്ടികൾ ധാരാളം സമയം എടുക്കുന്നുണ്ടല്ലോ, അതിനൊന്നും അവരെ ശിക്ഷിക്കുന്നുമില്ല. എങ്കിൽ ഇവരല്ലേ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അതിന് ഇത്ര വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റി. അല്ല, ശ്രീ അബ്ദുള്ള, മുസ്ലിം വിദ്യാർത്ഥികൾക്ക് തൊട്ടടുത്ത പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് മാനേജ്മെൻറ്റ്. മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ല. അതാണ് ആ സ്ഥലം അനുവദിച്ചു കൊടുക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. അങ്ങനെയാണെങ്കിൽ ആ പള്ളിയിൽ മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് നിസ്കരിക്കാൻ സ്ഥലം അനുവദിക്കുന്നതല്ലേ ഉചിതമായിട്ടുള്ള തീരുമാനം? വിദ്യാർത്ഥിനികൾക്ക് അവിടുത്തെ പള്ളിയിൽ സ്ഥലം അനുവദിക്കണം. അനുവദിച്ചിട്ടില്ലെങ്കിൽ അവർ ബലമായിട്ട് ആ പള്ളിയിലേക്ക് കയറണം. പ്രവാചകന്റെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോകാറുണ്ടായിരുന്നു. എൻ്റെ നാട് ചേന്നമംഗലൂരാണ്. ഇവിടെ സ്ഥിരമായി പെൺകുട്ടികൾ പള്ളിയിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു വിരോധവുമില്ല. എത്രയോ കൊല്ലങ്ങളായി. അതിനെ വിലക്കുന്ന ഇവിടുത്തെ മുസ്ലിം യാഥാസ്ഥികരിൽ അതിനെതിരെ മുസ്ലിം പൊരുതണം. മുസ്ലിം പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ടോ അബ്ദുള്ള? അവസരമുണ്ട്. പക്ഷേ യാഥാസ്ഥികരിൽ ഒരു വിഭാഗം അത് അനുവദിക്കുന്നില്ല, അവർ തടയുന്നു. അതിനെതിരെ മുസ്ലിം കുട്ടികൾ സംഘടിക്കുകയും പള്ളിയിലേക്ക് മാർച്ച് ചെയ്യുകയും ബലമായി പള്ളിയിൽ പ്രവേശിക്കുകയും ചെയ്യണമെന്ന് ഞാൻ പല ചാനലുകളും പറഞ്ഞതാണ്. പക്ഷെ അതിന് ഈ മുസ്ലിം യാഥാസ്ഥിക നേതൃത്വം അതിനെ അനുവദിക്കുന്നില്ല. അവരോടാണ് ഇവർ പോരാടേണ്ടത്, അല്ലാതെ നിർമ്മല കോളേജ് മാനേജ്മെൻറ്റിനോടല്ല. വിദ്യാസാഗർ ഗുരുമൂർത്തി, നിസ്കാരത്തിന് കോളേജിൽ ക്ലാസ് മുറി ആവശ്യപ്പെട്ടതിൽ തെറ്റില്ല എന്നാണ് ശ്രീ അബ്ദുള്ള ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് തെറ്റൊന്നുമില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ തനി സ്വഭാവം എടുക്കും. ഒട്ടകത്തിന് ഇടം കൊടുക്കുക എന്നൊരു ചൊല്ല് പണ്ട് വെറുതെ വന്നതല്ല. ഒരു അറബി ഒട്ടകത്തിന് ഇടം കൊടുത്തിട്ട് തല വെച്ചോട്ടേന്ന് വെച്ചു, മഞ്ഞ് കൊള്ളുന്നതിനെ കൊണ്ട് തല വെച്ചു, മുതുക് വെച്ചു, പിന്നെ അറബി പുറത്തും ഒട്ടകത്തുമാണ്. അങ്ങനെ ഒരു വിഷമമുണ്ട്. ഒന്ന്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു വളരെ വിചിത്രമായ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശ, ഈ അള്ളാഹുവിന് കീഴ്പ്പെടുന്നവർ വളരെ സമാധാനപ്രിയരും കഞ്ചാവ് കഴിക്കാത്തവരും ലഹരി ഉപയോഗിക്കാത്തവരും ആസനത്തിൽ സ്വർണം കടത്താത്തവരാണെന്ന് പറഞ്ഞാല് ഈ 21 ഏറ്റവും വലിയ തമാശയാണത്. തിരിച്ച് മണ്ണ് കപ്പുന്ന തമാശയാണ്. ഈ ആസനത്തിൽ പിന്നെ സ്വർണം കടത്തുന്ന കൂട്ടരിൽ 100% ഈ നിസ്കരിക്കുന്നവരും പള്ളിയിൽ പോകുന്നവരും ഭയങ്കരമായിട്ട് ഉളു കൊടുക്കുന്നവരൊക്കെ ആയ ആൾക്കാരാണ്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പത്രത്തിൽ വായിച്ച അറിവുള്ളൂ. ഞാൻ വരെ ആസനം പരിശോധിക്കാൻ പോയിട്ടില്ല. അങ്ങനെ ഒരു വാദം ചിലപ്പോൾ അബ്ദുള്ള പറയും. ഈ പത്രങ്ങൾ മുഴുവൻ നിത്യേന ആരാണ് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കും എന്ന് ആസനത്തിൽ സ്വർണം. ഞാൻ അത്ഭുതപ്പെടണം. ഫ്രിഡ്ജിന്റെ ഒക്കെ സ്റ്റോറേജാണ് ചില ആൾക്കാർക്ക്. എത്രയോ കിലോ കണക്കിന് അവിടെ കൊണ്ടുവരുന്നത്. അതിന് ട്രെയിനിങ് വേറെ മദ്രസയിൽ കൊടുക്കുന്നുണ്ട് ചെറുപ്പത്തിലെ. അത് ഒരുപാടാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ഒരു കാര്യം അദ്ദേഹം പറയും, അങ്ങനെയുള്ള വഴക്കമുള്ള സ്റ്റുഡൻസ് ഒരു തെറ്റും ചെയ്യില്ല എന്നാ പറയുന്നത്. ബസ്സിന് കല്ലെറിയില്ല. ബസ്സിന് കല്ലെറിഞ്ഞാൽ ചില്ല് പൊട്ടുകയുള്ളൂ. ചിലപ്പോൾ ഒരാൾക്ക് പരിക്കേൽക്കും. ബോംബ് ഇട്ടാൽ 100 കണക്കിന് ആള് മരിക്കും. ഇപ്പൊ നോക്കുക, ബസ്സിന് കല്ലെറിയാന്നുള്ള ഒരു കുറ്റം. SFI പോലെ പീറപ്പിള്ളേര് ബസ്സിന് കല്ലെറിയും.
പക്ഷേ ഇവരെന്താ SFIയോട് സപ്പോർട്ടോടെ നിൽക്കുന്ന ഇവരെന്താ ചെയ്യുന്നത്? ബോംബിടുക, കളമശ്ശേരി ബസ് കത്തിച്ചൊക്കെ ഇതുപോലെ സ്റ്റുഡൻസ് ആയിരുന്നു. എന്താ സ്റ്റുഡൻസ് പറയാൻ കാരണം? പഷ്തോ ഭാഷയിൽ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ താലിബാൻ എന്നാണ്. താലിബാൻ എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ് എന്നർത്ഥം, വിദ്യാർത്ഥി. മതവിദ്യാർത്ഥി എപ്പോഴും, ഇസ്ലാം മതത്തെ സംബന്ധിച്ച് മതവിദ്യാർത്ഥി എപ്പോഴും അള്ളാഹുവിന് വേണ്ടി സമരത്തിനിറങ്ങാൻ സജ്ജനായി നിൽക്കുന്ന നമ്മുടെയൊക്കെ സദാചാര ബോധത്തിലെ ഒരു അക്രമിയാണ്. ഈ ലക്ഷണമൊത്ത അക്രമിയാണ്. എന്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ള ചിത്രം എന്ന് പറഞ്ഞാല് US ട്രൂപ്പൊക്കെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങി, അടുത്ത കാലത്ത് പിൻവാങ്ങിയപ്പോ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയ കെട്ടിടങ്ങളിൽ, വലിയ ഓഫീസുകളിൽ കാലും കയറ്റിയിട്ട് പിന്നെ AK-47 കുത്തിയിരിക്കുന്ന മൊല്ലാക്കന്മാരുടെ ചിത്രം പത്രങ്ങൾ വന്നിരുന്നു. യാതൊരു സംസ്കാരവും ഇല്ലാത്ത, ലോകമര്യാദ അറിയാത്ത, സിവിലൈസേഷൻ എന്താണെന്ന് പോലും അറിയാത്ത ഇരുണ്ട ഭൂഖണ്ഡത്തിന്റെ സന്തതികളാണ് ഇവരുടെ ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്ന താലിബാനുകൾ. കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. സ്റ്റുഡന്റ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ, SIMI ഉണ്ടായിരുന്നല്ലോ. സ്റ്റുഡന്റ് അതിന്റെയും പേര് സ്റ്റുഡന്റ് മതവിദ്യാർത്ഥിയാണ്. 2, ഇപ്പൊ അങ്ങ് അനിൽജി ചോദിച്ച ചോദ്യം വളരെ പ്രസക്ത. അതിന് പിന്നെ അബ്ദുള്ള സാഹിബ് പെട്ടെന്ന് ഒഴിഞ്ഞു മാറി. തൊട്ടടുത്തുള്ള പള്ളിയിൽ പോയിട്ട് അവർക്ക് നിസ്കരിച്ചൂടെ? ഇപ്പൊ ഹിന്ദുക്കൾ നാളെ പറയാണ് ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ഭഗവതിയുടെ ദിവസമാണ്, ഉച്ചയ്ക്ക് ഒരു ഭഗവതി സേവ ചെയ്യാനുള്ള ഒരു മുറി പിന്നെ ക്രിസ്ത്യാനികളുടെ കോളേജിൽ വേണം എന്ന് എന്ത് ന്യായം അതിലുള്ളത്? നിങ്ങൾ നിങ്ങളുടെ സ്വകാര്യ ഇടങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അനുവദിക്കപ്പെട്ട ആരാധനാലയങ്ങളിൽ ആരാധിക്കുന്നല്ലാതെ കോളേജിൽ വന്നിട്ടും കൂടി ഈ തോന്നിയാസം, ഇത് വേറൊരു പരിപാടി ഉണ്ട് ഇവർക്ക്. ഇവർ വലിയ റിലീജിയസ് ആണെന്ന്, ഇവരുടെ ദൈവമാണ് മറ്റു ദൈവങ്ങളെക്കാളൊക്കെ വലിയ ആളെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ നിസ്കാരം എല്ലാവരും അവിടെ ഒഴിപ്പിക്കുക. ഒരു കമ്പാർട്ട്മെന്റ് ഇരിക്കുന്ന ആളുകളൊക്കെ വളരെ വിനയപരിസരം, ഞാൻ നിസ്കരിച്ചോട്ടെ. അപ്പൊ അവിടെ ഇരിക്കുന്ന 3 പേര് ടിക്കറ്റ് എടുത്തിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഇവന്റെ ഔദാര്യത്തിലല്ല യാത്ര ചെയ്യുന്നത്. അപ്പൊ മാറി നിൽക്കണം അവർ. എന്നിട്ട് ഇവർ അവിടെ കുത്തി തലകുത്തി നിൽക്കുക. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ആരാധന നടത്തൂ. നിങ്ങൾ ലണ്ടനിലും ഫ്രാൻസിലും ഒക്കെ തുടങ്ങിയത് ഇങ്ങനെയാണ്. മെല്ലെ മെല്ലെ തുടങ്ങിയിട്ട് ഇപ്പൊ റോട്ടിലാണ് നിസ്കാരം. അതിലെ വണ്ടി കൊണ്ടുവന്നതിനെ ആക്രമിക്കുകയാണ്. സോ ഇസ്ലാം അടിമുടി ഇത്തരത്തിൽ വളരെ സൗമ്യമായിട്ട് ഒട്ടകം ഇടം ചോദിക്കുന്നവരെ ചോദിച്ചു വന്നിട്ട് വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാന്തരം ഒരു രാഷ്ട്രീയ മുന്നേറ്റമാണ്. അത് അദ്ദേഹത്തിന്റെ വാക്കിൽ തന്നെ ഉണ്ട്. നേതാവ് വേണം, ബാക്കിൽ ആൾക്കാർ. എന്താ നേതാവ്? ഇതെന്താ പിന്നെ രാഷ്ട്രീയ പാർട്ടിയാ? നേതാവില്ലാതെ കൂട്ടപ്രാർത്ഥന പറ്റില്ല. ജുമുഅ എന്ന് പറഞ്ഞ ഇവരുടെ കൂട്ടപ്രാർത്ഥനയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ മതം എന്ന് പറഞ്ഞുകൂടെ ഇതിനെ? മതം ഇവിടെ എന്നെ സംബന്ധിച്ച് മതം എന്നാൽ വൈയക്തികമായ ഒരു അന്വേഷണമാണ്. അന്വേഷിച്ച് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ ഒരു അന്വേഷണത്തിൽ വരെയാണത്. ഇത് അതൊന്നുമില്ല. ഒരേ കാര്യം എല്ലാ വെള്ളിയാഴ്ച ഈ പൊട്ടനെ ഓർമ്മിപ്പിച്ചിട്ട് അയാൾ മറന്നുപോകും. ഒരേ പ്രാർത്ഥനയല്ല എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥിക്കുന്നത്. അന്ന് ഈ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞാൽ പോരെ? എല്ലാ ഇതേ പ്രാർത്ഥന ഒരേ സ്ഥലത്ത് അതൊരു മറ്റൊരാളുടെ സ്ഥാപനത്തിനുള്ളിൽ ഒരു റൂം വേണമെന്നൊക്കെ പറയുന്നത് ധാർഷ്ട്യമാണ്. ഇപ്പോ ഡെമോഗ്രാഫിക്സ് എടുത്ത് നോക്ക്, ധാർഷ്ട്യത്തിന്റെ ഒരു കണക്കവിടെ മനസ്സിലാവും. ഫ്രാൻസില് ഈ ഒരു കാർട്ടൂണിസ്റ്റ് മുഹമ്മദ് നബിയെ വരച്ചു എന്ന പേരിൽ അയാളെ കൊന്ന ടീമാണല്ലോ ഇവര്. അപ്പൊ ഇവരുടെ സമാധാനം എത്രത്തോളം ഉണ്ട്? ഇവര് വളരെയധികം അക്രമികളാണ്. അതിനുവേണ്ടിയുള്ള ട്രെയിനിങ് ആണ്. ഇവരുടെ സമാധാനം പറയുക. ജോസഫ് മാഷ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അതെ, ജോസഫ് മാഷത്തേക്ക് വരികയാണ്. മലയാള അധ്യാപകൻ KT കുഞ്ഞോമന്റെ മറ്റും ഒരു പർട്ടിക്കുലർ നാടകത്തിന്റെ ഭാഗം എന്തോ അനോട്ടേഷൻ കൊടുക്കാൻ വേണ്ടി അദ്ദേഹം എടുത്തിട്ട്, ദൈവമേ ഒരു അയല മുറിച്ചാൽ എത്ര കഷ്ണമാണ്? നിന്നോടല്ലേ നായിന്റെ മോനെ പറഞ്ഞത് 3 കഷ്ണമാണെന്ന്. ഗൗരി ശങ്കരനൊക്കെ പിന്നെ ഇത് കേൾക്കുന്നത് ഞങ്ങളല്ലല്ലോ, ഞങ്ങൾ ഭഗവത് സേവ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടോ റൂം? നിങ്ങൾ ഇത് കേക്ക്. അല്ല കുഴപ്പമില്ലെന്ന് പറയുന്നേ. ഇപ്പൊ MESന്റെ കോളേജിൽ പോയി അല്ല വിദ്യാസാഗർ MESന്റെ കോളേജിൽ പഠിക്കുന്ന ഹിന്ദുക്കളായിട്ടുള്ള വിദ്യാർത്ഥികൾ അവിടെ ഭഗവതി സേവയ്ക്ക് റൂം തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുകൊടുക്കുന്നതാണ് പറയുന്നത് O അബ്ദുള്ള. അത്രയും വിശാല മനസ്സാണ്. അല്ല, അത്ര വിശാലം വേണ്ട. നിങ്ങൾ കുതിരലായത്തിൽ കിടക്കാൻ സൗകര്യം തരാം എന്ന് വെച്ച് കൊട്ടാരത്തിൽ ഞങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ശരിയാവില്ലോ. ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മെല്ലെ ജനസംഖ്യ കൂട്ടി വോട്ട് ബാങ്കിനെ നിയന്ത്രിക്കുകയും ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി ഇവർക്കുണ്ട്. രണ്ടാമത്തെ പരിപാടി വളരെ സട്ടിലായിട്ട് ഇതര മതസ്ഥർക്ക് മേൽ ഞങ്ങളാണ് മികച്ചവരെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ധാർഷ്ട്യം അവരുടെ കയ്യിലുണ്ട്. ആ ധാർഷ്ട്യം ഇന്ന് അനുവദിച്ചു കൊടുത്താൽ നാളെ വായ തുറക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ഇത് 100% ഫാഷിസമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം വളരെ സോഫ്റ്റ് ആയിട്ട് പറയുന്ന ഫാഷിസമാണ്. നമ്മൾ ഈ ഗോഡ് ഫാദർ ഒക്കെ പറയുന്ന പോലെ an offer you can't refuse. അതാണ് ഇവർ ചെയ്യുന്നത്. ഐ വിൽ മേക്ക് an offer he can't refuse എന്ന് പറയുന്നത്. അതുപോലെയാണ് ഗോഡ് ഫാദർ പറയുന്ന പോലെയാണ്. അതായത് ഞങ്ങളൊരു കാര്യം അങ്ങോട്ട് പറയും, നിങ്ങൾ അംഗീകരിക്കുക. ആ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞവരെ മനസ്സിലാക്കണം.
നമ്മൾ വിചാരിക്കും ഇവരുടെ കൂട്ടത്തിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ഉണ്ട്, പക്ഷേ മതത്തിൽ പെട്ട് കഴിയുമ്പോൾ അവരൊക്കെ പൊട്ടന്മാരാണ്. അവർക്ക് അതിനപ്പുറം ചിന്തിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ സാക്കിർ നായിക്കുന്ന ഒരുത്തരുണ്ട്, അയാൾ ശുദ്ധ ഭോഷ്ക്ക് വിളിച്ചു പറയാണ് അയാളുടെ മതമാണ് സുപ്പീരിയർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അയാൾ കുറെ സ്യൂഡോ സയന്റിസ്റ്റിനെ നിരത്തി സംസാരിക്കുകയാണ്. ഞാൻ ഹിന്ദു മതത്തിലുള്ള സുഹൃത്തുക്കളോടും പറയും, നിങ്ങൾ വെറുതെ സയൻസ് രീതിയിലുണ്ടെന്ന് പറഞ്ഞ് പൊട്ടത്തരം പറയരുത്. ഇതിന്റെ ലക്ഷ്യം വേറെ, അതിന്റെ ലക്ഷ്യം വേറെ. ശാസ്ത്രബോധം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് അവശ്യം ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. പക്ഷെ എന്റെ മതം ശാസ്ത്രമാണ് സ്ഥാപിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മതം വളരെ അബദ്ധമായിട്ടേ തോന്നുള്ളൂ. പുറത്ത് ശാസ്ത്രത്തിന്റെ എലിമെന്റ്സ് മതങ്ങളിൽ ഉണ്ടായിരിക്കാം, അത് മനുഷ്യരാശിയുടെ പിന്നെ ഈ എവല്യൂഷനിൽ ഉണ്ടായിരിക്കാം. പക്ഷെ ഇതാണ് സയൻസ് എന്നൊരു മതം അങ്ങ് ക്ലെയിം ചെയ്താൽ അത് അബദ്ധമാണ്. ഇസ്ലാം മതത്തിൽ സാക്കിർ നായിക്കിന്റെ വിഭാഗക്കാരനാണ് നമ്മുടെ അബ്ദുള്ള സാഹിബ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിതീവ്ര ഇസ്ലാമാണത്. കോട്ടും സൂട്ടും ഇട്ട വിഡ്ഢികള്, കോട്ടും സൂട്ടും ഇട്ട അക്രമികളെയാണ് ഈ മുജാഹിദ് എന്ന് വിളിക്കുന്നത്. ഗംഭീരമായിട്ട് ഇൻസേർട്ട് ചെയ്ത് പാന്റൊക്കെ ഇൻസേർട്ട് ചെയ്ത് പിന്നെ വെള്ളപ്പൊക്കം പോലെ ഉയരം കുറവായിരിക്കും പാന്റിനൊക്കെ, മുട്ട് പിന്നെ നെരിയാണി തൊടില്ല, നെജസ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവര് കണ്ടാൽ തോന്നുന്നു ഇവർ വളരെ പ്രൊഫഷണൽ ആണെന്ന് തോന്നുന്നു, പക്ഷെ ഇവർ വളരെ അപകടകാരികളാണ്. മുജാഹിദ് എന്ന് പറഞ്ഞാൽ തന്നെ ജിഹാദ് ചെയ്യുന്നവനെന്നാണ് അർത്ഥം, സമരമാർഗി എന്നർത്ഥം. അല്ല ശ്രീ ഗുരുമൂർത്തി, നിങ്ങളുടെ പരാമർശം എന്തായാലും അബ്ദുള്ള സാഹിബിന് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാമത്തെ ആൾ ചിരിക്കുന്നുണ്ടാവും. എനിക്കെല്ലാം കാണാൻ പറ്റുന്നില്ല, ഡാർക്കായിട്ടേ കാണുന്നുള്ളൂ, ഒന്നും കാണുന്നില്ല. ഞാൻ എന്താ പറഞ്ഞു വെച്ചാല്, എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ള കാര്യം, അദ്ദേഹം എത്രയും പെട്ടെന്ന് മതം ഉപേക്ഷിച്ചിട്ട് പിന്നെ ഒരു കുറച്ചുകൂടെ അല്ലെങ്കിൽ ഒന്നല്ലേ നിങ്ങൾ ഏത് മതത്തിലേക്കും പോയിക്കോ. പക്ഷേ ഇസ്ലാം മതത്തിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മേൽ ഞങ്ങൾക്കൊരു അധീശത്വം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇസ്ലാം മതത്തിന്റെ ആദ്യത്തെ പള്ളി, മെക്കയിലെ പള്ളി എങ്ങനെ ഉണ്ടായതാണ്? ഇവർ പല ന്യായം തലകുത്തി എന്ന് പറയും, ഈ പല ന്യായം പറയും. പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ ഓവർനൈറ്റ് ഉണ്ടാക്കിയ ഉടമ്പടി മുഹമ്മദിന്റെ ഭാഗത്ത് ലംഘിച്ചിട്ടാണ് അലിയും കൂട്ടരും പോയിട്ട് പള്ളി പിടിച്ചെടുക്കുന്നത്. മറ്റവരുടെ ജൂതന്മാരുടെ പ്രാർത്ഥനാലയം പിടിച്ചെടുക്കുകയും അതിനകത്ത് അവരാരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ തച്ചുടക്കുകയും അവിടെ ഈ അധീശത്വം കൊണ്ടുവരിക ചെയ്തത്. അധീശത്വത്തിലൂടെ തുടങ്ങിയ മതമാണിത്. ഞാനിത് പറയുമ്പോൾ എന്റെ തലയ്ക്ക് ഒരു വിലയിടും, അല്ല എന്നെ വെട്ടിക്കൊന്നുകളയും, ഒരു പുല്ലും സംഭവിക്കില്ല. ഞാൻ ചത്താലും ഈ ഓഡിയോ ഇവിടെ കിടക്കുമല്ലോ. ഒരുപാട് ജനങ്ങൾ ഇന്ന്, ആയിരക്കണക്കിന് ജനങ്ങൾ ഇന്ന് ഇത് മനസ്സിലാക്കുന്നുണ്ട്. അധീശത്വത്തിന്റെ മതമാണിത്. മെല്ലെ മെല്ലെ കടന്നുകൊണ്ടും ബിരിയാണി കൊടുത്ത് തുടങ്ങുക, നല്ല ചിക്കൻ ബിരിയാണി വാങ്ങി തരാതെ കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടുപോകും. ഇതിൽ മെല്ലെ തീറ്റ കൊടുത്ത് മതം ചെലുത്തുന്നവര്, പെണ്ണ് കെട്ടിച്ചു കൊടുത്ത് മതം മാറ്റുന്നവര്, ജോലി വാഗ്ദാനം ചെയ്ത് മതം മാറ്റുന്നവര്, കുഴിമന്തി കൊടുത്ത് മതം ഓർമ്മിപ്പിച്ചാൽ നന്നായി, കുഴിമന്തി കൊടുത്ത് പിന്നെ മതം മാറ്റുന്നവര്, കഫം തുപ്പിയ ബിരിയാണി കൊടുത്തിട്ട് മതം മാറ്റുന്നവര്, ഇങ്ങനെ എന്ത് വൃത്തികെട്ട ഹീന മാർഗത്തിലൂടെയും മറ്റു മതസ്ഥരുടെ മേലെ ഞങ്ങളുടെ മതമാണ് കേമം സ്ഥാപിക്കാൻ വേണ്ടി ഇവർ നടത്താത്ത തത്രപ്പാടില്ല. ഇവരെ വിമർശിക്കുന്നവരെ ചൈനമംഗം മറ്റേ ഇയാളെ പറ്റി പറഞ്ഞില്ല, നമ്മുടെ ഹമീദ് മാഷ പെട്ടെന്ന് ഹമീദ് മാഷ ഏത്തിയിസ്റ്റ് ആണ്. ഞാൻ മറ്റേ മരിച്ചുപോയ ചേകനൂർ മൗലവിയെ കൊന്നത് സുന്നി ടൈഗർ ഫോഴ്സ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ എന്നാ പറഞ്ഞത്. ഇത് പല പേരും ഉണ്ടാക്കും. 3 പതിറ്റാണ്ട് കഴിഞ്ഞു ഇന്നത്തേക്ക്. അതെ, ചേകനൂർ മൗലവി 31 വയസ്സ്. തിരോധാനൊന്നുമില്ല, അയാള് ഇപ്പോഴും മറ്റേ പിന്നെ അനിക് സ്പ്രേ പോലെ ആയിപ്പോയി. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ പരസ്യമുണ്ട് പണ്ട് അനിക് സ്പ്രേന്റെ. അതായത് ചേകനൂർ മൗലവി പിന്നെ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന സ്ഥലത്ത്, ചുവന്ന കുന്നെന്ന സ്ഥലത്ത് വെച്ചിട്ട് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചിട്ട് CBI എത്രയോ ദിവസങ്ങളെടുത്ത് മണ്ണ് മാന്തിയിട്ട് 2 ഹവായിയാണ് കിട്ടിയത്. അയാളെപ്പറ്റി ഒരു രൂപരേഖയില്ല. അപ്പൊ എങ്ങനെയും കൊല്ലാനും, മനുഷ്യനെ പച്ചയ്ക്ക് കൊല്ലാനും, ഐ തിങ്ക് ഇറ്റ് ഈസ് എ ലൈസൻസ് ടു കിൽ. മനുഷ്യന് കൊല്ലാനുള്ള ഒരു ലൈസൻസ് ആണ് മതം എന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. വളരെ അപകടാവസ്ഥയാണ് ഇത്. ഇന്ന് നമ്മൾ അനുവദിച്ചു കൊടുത്താൽ നാളെ ഇവർ നമ്മുടെയൊക്കെ തലയ്ക്ക് വില പറയും. എന്റെ തലയ്ക്കും ആരിഫ് ഹുസൈന്റെ തലയ്ക്കും. ആരിഫ് ഹുസൈൻ എന്നെ പിന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ആരിഫ് ഹുസൈനൊക്കെ കണ്ടാൽ അന്നേരം വെട്ടി കറിയാക്കണം എന്നുള്ള ചിന്തയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനത് കൂടുതൽ പറയുന്നില്ല. ഏതായാലും ഈ തെമ്മാടിത്തരത്തിനും ഈ ധാർഷ്ട്യത്തിനും മുമ്പിൽ കേരള ജനത ഇനിയും മുട്ടുമടക്കിയാൽ ഒരു കാര്യം പ്രത്യേകം പറയാം. എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, കമ്മ്യൂണിസ്റ്റുകൾ മതമില്ലാത്തവരാണ്, മതത്തിനപ്പുറത്ത് ചിന്തിക്കുന്നവരാണെന്ന്. എന്നാൽ ഏറ്റവും അധികം മതങ്ങൾക്ക് വേണ്ടി, ഞാൻ ആ ഭാഷയുടെ പറയാണ്, ഏറ്റവും അധികം മതങ്ങൾക്ക് വേണ്ടി, എസ്പെഷ്യലി സംഘടിത മതങ്ങൾക്ക് വേണ്ടി കൂട്ടിക്കൊടുപ്പ് നടത്തുക എന്നുള്ളതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഏക ജോലി. പള്ളിക്കൂടമാവണമെന്ന് പാടി നടന്നവരാണ് ഇന്നലെ സമരത്തിന് നേതൃത്വം നൽകിയത്. അതെ, അതൊക്കെ ചുമ്മാ വെറുതെ വായോണ്ട് തൊള്ളകൊണ്ട് പുട്ടുണ്ടാക്കുക. കോഴിക്കോട് തൊള്ളപ്പുട്ട് എന്നാ പറയാ. തിന്നാൻ കൊള്ളൂല, തൊള്ളോണ്ട് പുട്ടുണ്ടാക്കുന്ന ആൾക്കാർ. അതാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ ഇതുകൊണ്ടൊരു കുഴപ്പം എന്താ വെച്ചാല്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ ഭരണകക്ഷിയും ഒരിക്കലും ഇസ്ലാമിനെ നുള്ളി നോവിക്കുക പോട്ടെ ഒന്ന് തുറിച്ചു നോക്കുക പോലും ചെയ്യില്ല. ഇസ്ലാം എന്താവശ്യപ്പെടുന്നു അത് നടത്തി കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒന്നാം തരം കച്ചവടക്കാരൻ, മാംസ വ്യാപാരികളാണ് ഇവര്. അതുകൊണ്ട് നമ്മളുടെ ജനത ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇമ്മാരുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കണമെങ്കിൽ നിങ്ങൾ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അവിടെ പോയി നിസ്കരിക്കാൻ പറയണം. സ്കൂളിലും കോളേജിലും അല്ല നിസ്കരിക്കേണ്ടത്. ഹിന്ദുക്കൾ നാളെ പറയാം ഞങ്ങൾക്ക് ഭഗവതി സേവ ചെയ്യണം അവിടെ നിന്ന് പറഞ്ഞാൽ എന്താ അതിന് അർത്ഥമുള്ളത്? അതെ അതെ
പഠിക്കാൻ ചേരുന്ന സ്ഥലത്ത് പഠിക്കാൻ പോവുക. അവിടെ നിങ്ങൾ ബസ്സിന് കല്ലെറിഞ്ഞില്ല എന്നല്ല, ബോംബ് പൊട്ടിക്കുന്നതും ലോകം മുഴുവൻ അസമാധാനം സൃഷ്ടിക്കുന്നതും ആസനത്തിന് സ്വർണം കടത്തിയിട്ട് ഈ നമ്മുടെ ഇക്കോണമി അട്ടിമറിക്കുന്നതും കുണ്ടി ഫോൺ നടത്തിയിട്ട് പിന്നെ രാജ്യത്തെ നശിപ്പിക്കാൻ എന്ത് തെമ്മാടത്തിലുണ്ടോ അതിൽ ഈ മതം പഠിച്ചവനുണ്ടാവും. എന്നിട്ട് നിങ്ങൾ പറയാം ഞങ്ങൾ മൊറാലിറ്റി ഭയങ്കരമാണ്, ഒരു രക്ഷയില്ലാത്ത മൊറാലിറ്റിയാണ്, അതൊക്കെ വെറുതെ പള്ളിയിൽ പറഞ്ഞാൽ മതി. അതൊക്കെ ഇത്രയ്ക്ക് പറയാനുള്ളൂ. യെസ്, ആരിഫ് ഹുസൈൻ, എന്തായാലും മഹല്ല് കമ്മിറ്റി ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവർക്കുണ്ടായ വകതിരിവ് മറ്റുള്ളവർക്ക് കൂടി ഉണ്ടായാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ, ശരിയല്ലേ? ഇത് കുറച്ച് വിശദമായിട്ട് പറഞ്ഞാലാണ് ഇതിന്റെ ഉത്തരം കിട്ടുള്ളൂ. എനിക്കൊരു 7 മിനിറ്റും 2 സെക്കൻഡും തരണം, പറ്റുമോ? പിന്നെന്താ, ആയിക്കോട്ടെ. അതായത് ഇതില് ഈ വിഷയം നമ്മളിപ്പോ ഇവിടെ സൂചിപ്പിച്ചു 3 കാര്യങ്ങളാണ് ഇവിടെ ഇന്നത്തെ ഒരു ചർച്ചയിൽ നമ്മൾ പരാമർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഒന്ന്, ചേകനൂർ മൗലവിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓർമ്മ, ഒന്നാമത്തെ കാര്യം. 3 പതിറ്റാണ്ട് കഴിയുന്നു എന്ന് പറയുന്നു. 2, മാധ്യമം പത്രത്തിൽ വരുന്ന രാമായണ വിമർശനം, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കാര്യം. മൂന്നാമത്തത്, ഇപ്പൊ നമ്മളിവിടെ ചോദിച്ച ഈ നിർമ്മല കോളേജില് നിസ്കാരമുറി, ഇവിടെ ഗുരുമൂർത്തി പറഞ്ഞു അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, അത് പിൻവലിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു നിസ്കാരമുറിയാണ് അവർ ചോദിച്ചത്, അത് കൊടുക്കാൻ കഴിയില്ല എന്നാണല്ലോ നമ്മളിവിടെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അത് പിൻവലിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ ആ സംഗതിയെയാണ് ഇവിടെ പരിശോധിക്കേണ്ടത്. അപ്പൊ അതിൽ ആദ്യം തന്നെ ചേകനൂർ മൗലവിയുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ചേകനൂർ മൗലവി ഇവിടെ ഉയർത്തിപ്പിടിച്ചത് എന്താണ്? ചേകനൂർ മൗലവി ഒരേ ഒരു കാര്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഊന്നി പറയാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നത്. അത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന കാര്യം അത് സെക്യുലറിസം, 2 ജനാധിപത്യം, അതിലെ സെക്യുലറിസം എന്ന് പറയുന്ന ഒരു വിഷയം. മതേതര ഇടങ്ങൾ, ആ മതേതര ഇടങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതം കൂടുതലായിട്ട് മതം കുത്തിയിറക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ചേകനൂർ മൗലവി ഒളിഞ്ഞും തെളിഞ്ഞും അവിടെ ആക്രമിച്ചുകൊണ്ടിരുന്നത്, തന്റെ ആശയപരമായിട്ടുള്ള ഒരു അക്രമം. അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു അദ്ദേഹം പല കാര്യങ്ങൾ ചെയ്തതിൽ ഈ ബാങ്ക് വിളിക്ക് എതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു കാര്യം. എന്ന് വെച്ചാൽ എന്തിനാണ് ഈ മൈക്ക് വെച്ചിട്ട് ബാങ്ക് വിളിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഒരു മതേതര സമൂഹത്തിൽ ഇങ്ങനെ അറബിയിൽ വിളിച്ചു കൂവാൻ പറ്റിയ സാധനമാണോ? അതിന്റെ അർത്ഥം അവരറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ള ഒരു രീതിയിലേക്ക് വരുമ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്? അപ്പോൾ തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ചേകനൂർ മൗലവി എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ നിൽക്കുന്നത് ഈ സെക്യുലറിസം തന്നെയാണ്. അതായത് സെക്യുലർ ഇടങ്ങളിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെതായിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ അത് മറ്റുള്ള മതങ്ങൾക്കും വലിയ തോതിൽ പ്രചോദനമാകുവാനും അതിന്റെ പേരിൽ ഒരു മത്സരം തന്നെ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ നിർമ്മല കോളേജിലേക്ക് വരുമ്പോൾ, നിർമ്മല പള്ളി എന്ന വായിൽ വരുന്നത്, നിർമ്മല കോളേജിലേക്ക് വരുമ്പോൾ അവിടെ പോലും എന്താ അതിന്റെ മറുപടി പറയുന്നത്? ഇന്ന് നിങ്ങൾക്ക് പള്ളി തന്നാൽ നാളെ നിങ്ങൾക്ക് ഇവിടെ അമ്പലം വേണമെന്ന് പറഞ്ഞ ആള് വരും എന്ന ചോദ്യം അവിടെ വരുമ്പോ ഇത് തന്നെയാണ് ചേകനൂർ മൗലവി അവിടെ ഉദ്ദേശിക്കുന്നത്, പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ മാധ്യമ പത്രത്തിലെ ഈ രാമായണ വിമർശനം എന്താണ് അതിന്റെ കുഴപ്പമായിട്ട് നമ്മൾ പറയുന്നത്? ആ പത്രം എന്നല്ല, ഏത് പത്രത്തിലായാലും രാമായണത്തെ വിമർശിക്കാനുള്ള അവകാശം അത് ഏതൊരു വ്യക്തിക്കും ഇവിടെ ഉണ്ട്, അത് ശ്യാംകുമാറിനുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ പ്രശ്നം എന്താണ്? ഒരു വശത്ത് രാമായണത്തെ വിമർശിക്കുകയും എന്നിട്ട് ഇപ്പുറത്ത് പോയിട്ട് ഈ ബനു ഖുറൈള കൂട്ടക്കൊല ജനോസൈഡ് ഒക്കെ നടക്കുന്ന സമയത്ത് മുണ്ടുപൊക്കി നോക്കിയിട്ട് രോമ വളർച്ച നോക്കിയിട്ട് തല കൊന്ന കഥ അത് ചെയ്ത പ്രവാചകൻ മുത്തുനബിയോ എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് പോയി എഴുതുകയും ചെയ്യുമ്പോൾ അത് ഇരട്ടത്താപ്പാണ്. ആ പരിപാടിക്ക് നിൽക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ പിന്നാലെ കൂടും. അതാണ് ഗൗരി ലങ്കേഷിന് സംഭവിച്ചിട്ടുള്ളൂ. അതാണ് നമ്മളിവിടെ പറയേണ്ടതായിട്ട് വരുന്നത്. ഒരു വശത്ത് ഒരു വിമർശനം നടത്തും, എന്നിട്ട് ഇപ്പുറത്ത് പോയിട്ട് താങ്ങുന്ന പരിപാടി ചെയ്താൽ അത് നടക്കില്ല. ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് നമുക്കിത് ധൈര്യപൂർവ്വം പറയാൻ കഴിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കക്ഷം ഫ്രീ ആണ്. ഒരു കക്ഷത്തിലും ഒരു സാധനവും നമ്മൾ തിരികെ വെച്ചിട്ടല്ല ഒരു കാര്യവും പറയുന്നത്. ഹിന്ദു മതത്തെ വിമർശിക്കേണ്ടി വന്നാൽ അതിനെ നമ്മൾ പറയും, ജാതി വ്യവസ്ഥിതിക്കെതിരെ നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. ഇസ്ലാമിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ആ കക്ഷത്തിൽ ഒന്നും ഇരിപ്പില്ല. നമ്മളത് ഫ്രീ ആക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. നമുക്ക് അങ്ങനെ ഒന്നിനും താങ്ങേണ്ട ആവശ്യമില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോ നിങ്ങൾ സംഘികളെ പേടിക്കുന്നു, സംഘപരിവാർ വളരും എന്നൊക്കെ പറഞ്ഞിട്ട് വിഷയങ്ങളിൽ വിവരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? സത്യത്തിൽ നിങ്ങൾ ഇവർക്കുള്ള നല്ല വളമുള്ള മണ്ണാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയം പോലെ നിങ്ങൾ എടുത്തു നോക്കൂ. ഈ നിർമ്മല കോളേജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കാലം ഇത്രയായിട്ട് ആ ഒരു കോളേജ് അവിടെ നിലനിൽക്കുന്നു. ഇത്ര നാളിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു അമ്പലം വേണമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും കുട്ടികൾ വന്നിട്ടുണ്ടോ? ഇതുവരെ വന്നിട്ടില്ല.
ഇനി MESന്റെ സ്ഥാപനങ്ങൾ ഇവിടെ നടക്കുന്നു, ഇലാഹിയ കോളേജ്, അങ്ങനെ പല പല ഇസ്ലാമിക് പേരുകളുള്ള കോളേജുകൾ ഇവിടെ ഉണ്ട്. ഏതെങ്കിലും അത്തരത്തിലുള്ള ഒരു കോളേജിൽ ഈ കാലഘട്ടത്തിനിടയിൽ എപ്പോഴെങ്കിലും ഞങ്ങൾക്കൊരു ചാപ്പൽ വേണമെന്നോ അതല്ലെങ്കിൽ ഒരു അമ്പലം വേണമെന്നോ ആവശ്യപ്പെടുന്ന ഒരു ഇൻസ്റ്റൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. എന്നാൽ ഞാൻ പറയുന്നു, ഇതുപോലെയുള്ള സംഗതി, നിസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറയുന്ന സംഗതി, ഇത് ഒരു തവണയല്ല, 100 തവണയല്ല, 1000 തവണ കാണിച്ചു തരാൻ കഴിയുന്നു മാത്രമല്ല, അങ്ങനെ നിസ്കാരമുറി വേണമെന്ന് പറഞ്ഞ് അത് ആവശ്യപ്പെട്ട് പ്രിൻസിപ്പാളിന്റെ മുന്നിൽ പോയി നിന്ന് ആവശ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കത് പറയാൻ കഴിയും. ഞാൻ പോലും അത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ച ഹോമിയോ കോളേജിൽ എന്റെ പ്രിൻസിപ്പാളിന്റെ അടുത്ത് ഞാൻ പോയി ചോദിച്ചാണ്, സാറേ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ മുറി വേണം എന്ന് പറഞ്ഞപ്പോ അന്ന് എന്റെ പ്രിൻസിപ്പാൾ പറഞ്ഞതും ഇത് തന്നെയാണ്. ഒരു കൊങ്ങിണി മാനേജ്മെന്റ് കോളേജാണത്. അവര് പറഞ്ഞു, ഇല്ല ആരിഫ്, അത് നടക്കില്ല. ഇവിടെ നിങ്ങൾക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്ക് അത് വേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അന്ന് എന്നെ പിന്തിരിപ്പിച്ചു. ഓക്കെ സാർ എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് പിന്തിരിഞ്ഞു. എന്നാൽ ആ കോളേജിൽ, ഇതിപ്പോ നിർമ്മല കോളേജിൽ 300 മീറ്റർ അകലെ ഒരു പള്ളി ഉണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ വെള്ളിയാഴ്ച പോയിരുന്നത് 7 കിലോമീറ്റർ ബൈക്ക് ഓടിച്ച് ബസ് കയറിയിട്ടാണ് ഞങ്ങൾ പോയിരുന്നത്. അവിടെയുള്ള ഒരു പെൺകുട്ടി പോലും അങ്ങനെ നിസ്കരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. അവര് പിന്നെയും എന്താ ചെയ്തത്, അവര് അവിടെ ഉള്ള ലഭ്യമായ സ്ഥലങ്ങളിൽ അവര് നിന്ന് നിസ്കരിച്ചു പോന്നു. അപ്പൊ ഞാൻ പറയുന്നത്, ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടി വരികയാണ്. ഒന്ന്, ഈ സെക്യുലറൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. ഇവിടെ ഇപ്പോ ആദ്യം സംസാരിച്ച വ്യക്തി അബ്ദുള്ള ദീർഘനേരം സംസാരിച്ചു. ഒരു തവണയെങ്കിലും അദ്ദേഹം പറഞ്ഞു, അതായത് അങ്ങനെ ഒരു സംഗതി ചെയ്യുന്നതിൽ അത് സെക്യുലറൈസേഷൻ അല്ലെങ്കിൽ ഒരു സെക്യുലർ ഇടങ്ങൾ സെക്യുലർ ആയിട്ട് നിലനിർത്തുന്നതിന് ഇതൊരു അപകടമാണ്, ഇത് ശരിയല്ല എന്നൊരു ധ്വനി അവിടെ വന്നോ? ഇല്ലല്ലോ. അവിടെ എന്താ പറഞ്ഞു വെച്ചത്? 5 മിനിറ്റ് അല്ലേ, 2 മിനിറ്റ് അല്ലേ എന്ന ചോദ്യമാണ് ഇവിടെ വരുന്നത്. അശ്ലീലമാണ് പറയുന്നത്. ഇത് തന്നെയാണ് ഈ ബാങ്കിന്റെ വിഷയത്തിൽ ചേകനൂർ മൗലവിയുടെ അടുത്തും അന്നും ഇന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ്. 1 മിനിറ്റ് അല്ലേ? അപ്പോ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുമ്പോ ഇപ്പൊ എന്താ പറയുന്നത്, 1 സെക്കൻഡ് പടക്കമല്ലേ എന്ന് പറയുന്ന അവസ്ഥ ഇവിടെ വരുന്നത് അതുകൊണ്ടാണ്. ശബ്ദ മലിനീകരണം എന്ന് പറയുന്ന തികച്ചും അധാർമികമായ ഒരു പ്രവൃത്തി അത് ഇവിടെ നടത്തുന്നതിൽ എല്ലാ മതങ്ങളും മത്സരമാണെന്ന് മാത്രമല്ല, അതിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും തമ്മിൽ അവിടെയും പോരാട്ടം നടക്കുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ തന്നെയാണ്, ഒരു സംശയമില്ല. എന്നാണ് ഈ മതങ്ങൾക്ക് ഇതിനകത്തൊക്കെ ഒരു വെളിവും വെള്ളിയാഴ്ചയും വരിക എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതില് ഒരു തെറ്റും ഇവർക്ക് കാണാൻ കഴിയുന്നത് അധാർമികത എന്ന് പറയുന്ന സംഗതിയുടെ മൊത്തക്കച്ചവടക്കാര് ആണ് സത്യത്തിൽ ഈ മതങ്ങൾ എന്ന് പറയേണ്ടി വരുന്നത് അവിടെയാണ്, പ്രത്യേകിച്ച് ഇസ്ലാം പോലെയുള്ള മതങ്ങൾ. ഇനി ഈ സെക്യുലറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഈ കോളേജുകൾ സെക്യുലർ ഇടം ആണ് എന്നിരിക്കെ അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇപ്പോ അല്ലെങ്കിൽ ഇത്തരം നീക്കങ്ങൾ ഇവിടെ വന്നു ഭവിക്കുന്നതെന്ന് കൂടി നമ്മൾ ആലോചിക്കണ്ടേ. അത് സെക്യുലർ ഇടമായിട്ട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ബോധപൂർവമായിട്ടുള്ള ഇടപെടലാണ് വേണ്ടത്. അത് തനിയെ ഉണ്ടാവുന്നതല്ല, ഡെമോക്രസി തനിയെ ഉണ്ടാവുന്നതല്ല. അത് വോളണ്ടറിലി നമ്മൾ അതിനകത്ത് ഏർപ്പെടണം, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. ശ്രമമാണ് അവിടെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ കാണുന്ന ശ്രമം എന്താ? ഇവിടെ ജനാധിപത്യ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ വീണ്ടും പറയാണ്, ഇന്ത്യയിൽ ജനാധിപത്യം, മതേതരത്വം ഈ 2 സംഗതികൾ നിലനിൽക്കുന്നതിൽ മുസ്ലിങ്ങളുടെ പങ്ക് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 ആണ്. മാത്രമല്ല, ഇതിനെ തകർക്കുന്ന ഘട്ടങ്ങൾ അത് വന്നു കഴിഞ്ഞാൽ അതിൽ ആദ്യം അതിനെ തകർക്കാൻ വേണ്ടി മുന്നോട്ട് വരിക അതും ഇവിടുത്തെ മുസ്ലിം ആയിരിക്കും. അപ്പൊ ഏത് മുസ്ലിമാ വരിക എന്ന് നിങ്ങൾ ചോദിക്കും. ആ മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെക്യുലറിസം എന്നോ എന്താണ് ജനാധിപത്യം എന്നോ അറിയാത്ത, അതിനെക്കുറിച്ച് ഒട്ടും തന്നെ ബോധവാന്മാരല്ലാത്ത ആളുകളാണ് അതിനെ തകർക്കാൻ വേണ്ടി മുന്നോട്ട് വരിക. അപ്പോ ഈ പറഞ്ഞ കുട്ടികളോ, അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ല എന്ന് തന്നെയാണ് നമ്മൾ അവിടെ കണ്ടത്. ബോധം ഉണ്ടായിരുന്നെങ്കിൽ അവർ അതിന് വരില്ലായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഇനി അവസാനമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഈ ഇവിടെ പറഞ്ഞു അതിന്റെ ചെറിയൊരു രൂപം ഗുരുമൂർത്തി പറഞ്ഞുകൊണ്ട് ഞാൻ വല്ലാതെ അങ്ങ് അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ മുസ്ലിങ്ങൾക്ക് അങ്ങനെയാണ്, ഞങ്ങൾക്ക് ഭയങ്കര നിസ്കാരം നിർബന്ധമാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടു. അപ്പൊ ഇതിന് 5 മിനിറ്റ് അല്ലേ ഉള്ളൂ, അത് അനുവദിക്കാത്തത് ഇസ്ലാമോഫോബിയാണ്. ആ വാക്കുപോലും വന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ വിഷയം എങ്ങോട്ടൊക്കെ കൊണ്ടുപോകണമെന്ന് ആലോചിച്ച് നോക്കൂ. സംഗതി ഫലിക്കാതെ വന്നപ്പോ ഇന്നിപ്പോ ഈരവാദം വരെ ഇറക്കിയിരിക്കുകയാണ് ഇസ്ലാമോഫോബിയ. ഇത് ഇസ്ലാമോഫോബിയ അല്ല, ഇസ്ലാമിനെ നമ്മൾ ഭയക്കണം എന്ന് പറയുന്നതിന്റെ കാരണം തന്നെയാണ് ഈ പറയുന്നത്. അതായത് ഇവിടെ ഈ പറയുന്ന ഒരു ഈ വിഷയം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് ഭയങ്കര തീവ്രത ഉണ്ട്. ഞങ്ങളുടെ വിശ്വാസം അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളാണ്, അനർത്ഥങ്ങൾ ഉണ്ടാകും, കൂറികൾ നഷ്ടപ്പെടും, അത്രയേ ഉള്ളൂ. വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഇതാണ് അവിടെ ആകത്തുക. എന്നിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനം എന്താ പറയുന്നത്, സത്യത്തിൽ എന്റെ പണി എളുപ്പമാക്കുകയാണ് കേട്ടോ അബ്ദുള്ള ചെയ്തത്. കാരണം ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഇതൊന്നും മുസ്ലിങ്ങൾ ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അബ്ദുള്ള അത് നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ട് പണി എളുപ്പമാണ്. എന്താ ഇവിടെ പറഞ്ഞത്? ഞങ്ങൾ അത് ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ എപ്പോഴും നിസ്കരിക്കുകയും എപ്പോഴും നോമ്പുകയും ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ധാർമ്മികതയാണ്. ഞങ്ങൾ കല്ലെറിയാനൊന്നും പോകാറില്ല, ബോംബ് മാത്രമേ എറിയാറുള്ളൂ. ഞങ്ങൾ ഇങ്ങനെ ഉള്ള ചില കുൽസിത പ്രവൃത്തികളൊന്നും ചെയ്യാറില്ല, കാരണം നമുക്ക് സമയമില്ലല്ലോ, ഈ പറയുന്ന പൊന്മുട്ടയിടലാണല്ലോ നമ്മുടെ പരിപാടി എന്നുള്ള ആ സംഗതി. അപ്പൊ ഞാൻ ചോദിക്കുന്നത്,
എന്തിനാണ് ഈ പരിപാടി? എന്തിനാണ് ഈ മോറൽ ഹൈ ഗ്രൗണ്ട് കൊണ്ട് നടക്കുന്നത്? ഒറ്റ കാര്യമുള്ളൂ, മതം അത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇസ്ലാമിന്റെ തനതായ ഒരു രീതിയാണ് മതത്തെ നിരന്തരം അത് മാർക്കറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഊണിലും ഉറക്കിലും ശ്വാസം ഇടുന്ന ഓരോ വേളയിലും ഇത് മതം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. മതപരിവർത്തനം ഓരോ മുസ്ലിമിന്റെയും ആത്യന്തികമായ ലക്ഷ്യമാണ്. അതൊരു ജിഹാദ് തന്നെയാണ്. അത് ചെയ്തുകൊണ്ടേയിരിക്കുക. ലോകം മുഴുവൻ, ദീൻ മുഴുവൻ ഇസ്ലാമിലേക്ക് വരുന്നത് വരേക്കും യുദ്ധം ചെയ്യുക എന്ന് തന്നെയാണ് ഖുർആൻ പഠിപ്പിച്ചു വെക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ വരുന്നത്. ഇത് മുസ്ലിം അറിഞ്ഞും അറിയാതെയും ചെയ്യുന്നു. ഈ കുട്ടികൾ അത് അറിഞ്ഞിട്ടുണ്ടാവണമെന്ന് നിർബന്ധമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവരും മനസ്സിലെന്താ കാണുന്നത്? ദീൻ അത് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു, അതുവഴി ഹൂറികളെ കിട്ടും, അത്രയേ ഉള്ളൂ. എല്ലാം കറങ്ങിത്തിരിഞ്ഞ് ഹൂറികളിൽ തന്നെയാണ് എത്തുന്നത്. അപ്പൊ ഇനി അവസാനമായിട്ട് ഞാൻ പറയുന്നത്, ഇതില് ഖേദം പ്രകടിപ്പിച്ചു എന്ന് ഏതാണല്ലോ ചോദ്യം. ഈ ഖേദം ഇത് സത്യത്തിൽ ഒരു ഖേദമാണോ എന്ന് അനിൽ നമ്പ്യാർ ഒന്ന് വായിച്ചു നോക്കൂ. ഇതേപോലെ ഖേദങ്ങൾ പലതും ഇവിടെ കറങ്ങി നടപ്പുണ്ടായിരുന്നു. ഞാൻ ആ ഖേദം എടുത്ത് വായിച്ചു നോക്കിയപ്പോ അതിലെന്താ കണ്ടത്? കുട്ടികൾക്ക് തെറ്റുപറ്റിയെന്നാ പറയുന്നത്. അതല്ലേ നമ്മൾ കണ്ടത്? രണ്ട് കാര്യമാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, എന്താണോ യൂറോപ്പിൽ നടക്കുന്നത്, എന്താണോ സിറിയ അതല്ലെങ്കിൽ യമൻ ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന്, ഇറാഖ്, ലിബിയ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നും അവിടെ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ഇസ്ലാമിക നിയമത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന കിരാതവാഴ്ചയിൽ ഇസ്ലാമിന്റെ ആ നിയമങ്ങൾക്കടിയിൽ ജീവിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് ജനാധിപത്യവും മതേതരത്വമുള്ള രാജ്യങ്ങളിലേക്ക് ഓടിച്ചെന്ന് കയറി എന്താണോ ചെയ്തത് അത് തന്നെയാണ് നിർമ്മല കോളേജിൽ ഇന്നലെ നടന്നത്. എന്താ അവിടെ ചെയ്തത്? അവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്ക് അവർ നീന്തി കയറുന്നു, എന്നിട്ട് അവിടെ പോയിട്ട് ചോദ്യം ചെയ്യുന്നു. അതായത് ലിബിയയിലോ സിറിയയിലോ സൗദി അറേബ്യയിലോ പോലും അവിടെ കാണുന്ന ഒരു നിയമപ്രശ്നത്തിനെ നേർക്ക് വിരൽ ചൂണ്ടിയിട്ട് ഒരക്ഷരം, അറബിയിൽ അലിഫ് ബാത്ത, അതിൽ ഒരക്ഷരം പോലും ഉയർത്താൻ കഴിയാത്ത ആളുകൾ വലിയ തോതിൽ നീന്തിക്കയറി അപ്പുറത്ത് ചെന്നിട്ട് അവിടെ ചെന്നിട്ടാണ് ജയ് വിളിക്കുന്നത്. വി വാണ്ട് ശരിയ, ഇത് ശരിയല്ല, ഞങ്ങൾക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ സ്ഥലം വേണം എന്ന് പറയുന്നത്. യൂറോപ്പിൽ ഇത് തന്നെയാണ് പറയുന്നത്, ഞങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലം വേണം. ജർമ്മനിയിൽ അതാ പറയുന്നത്, ഫ്രാൻസിൽ അതാ പറയുന്നത്, ഇറ്റലിയിൽ അതാ പറയുന്നത്. എവിടെയാ പറയാത്തത്? ഇത് തന്നെയാണ് നിർമ്മല കോളേജിലും പറയുന്നത്. അപ്പോ ഇത് ഒരു നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. ഇന്ത്യയിലും ഇത് തന്നെയാണ് നടക്കുന്നത്. അപ്പോ എന്താണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ജനാധിപത്യം, മതേതരത്വം എന്നൊക്കെ പറയുന്ന സംഗതി ഇസ്ലാമിന്റെ ആ ഒരു ഹിഡൻ അജണ്ടകൾ, ആ ഇസ്ലാമിന്റെ ആയിട്ട് നിലകൊള്ളുന്ന ആ ഒരു വശങ്ങൾ അത് അടിച്ചേൽപ്പിക്കാനുള്ള ഒരു താക്കോൽ ദ്വാരങ്ങളാണ്. ആ ദ്വാരങ്ങളെ നമ്മൾ കൃത്യമായിട്ട് പരിപാലിച്ചില്ല, അതിനെ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അതിനെ സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിലൂടെ കടക്കുന്നത് നൂലായിരിക്കില്ല, ആനയുമായിരിക്കില്ല, ഒട്ടകമായിരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മളിവിടെ ഓർക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിന്റെ രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് ഈ ഖേദം പ്രകടിപ്പിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് കുട്ടികൾക്ക് തെറ്റുപറ്റിയെന്നാണ് അല്ലെ? എപ്പോഴെങ്കിലും അവർ പറഞ്ഞോ ഈ ലക്ഷ്യം തെറ്റാണെന്ന് അവരെപ്പോഴെങ്കിലും പറഞ്ഞോ? ഇല്ല. അതായത് നിസ്കരിക്കാൻ നമുക്ക് സ്ഥലം വേണം, അത് ശരിയെ തന്നെയാണ്. നമുക്ക് 5 മിനിറ്റല്ലേ ഉള്ളൂ, നിസ്കരിക്കണം, നമുക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇതാണ് അതിൽ പറഞ്ഞിട്ടുള്ളൂ. കുട്ടികൾ ഇങ്ങനെ ചോദിക്കാൻ പാടില്ല. ഞങ്ങളോടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടിയും ഒന്ന് കുളൂസ് ആയിട്ട് ചെയ്യാമായിരുന്നല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഒരു ആരിഫ് ഹുസൈൻ മാത്രമല്ല, ഈ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, ഞാൻ പ്രതീക്ഷിച്ചത് അവർ പള്ളിയിലേക്ക് ഈ മുസ്ലിം വിദ്യാർത്ഥിനികളെ സ്വാഗതം ചെയ്യുന്നായിരുന്നു. അതുണ്ടായി. അതാ ഞാൻ പറഞ്ഞു വന്ന് അതായത് അതാണ് അലിഫ് ബാത്ത ഉയർത്തിക്കൊണ്ട് എങ്ങനെയാണോ സൗദിയിൽ പോയിട്ട് നിങ്ങൾക്ക് അവരുടെയുള്ള നിയമങ്ങൾക്കെതിരെ സംസാരിക്കാൻ കഴിയാത്തത്, അതേപോലെ 300 മീറ്റർ അപ്പുറമുള്ള പള്ളി പോയിട്ട് എന്താണ് ഉസ്താദെ ഞങ്ങൾക്ക് ഇവിടെ കയറിയാലെന്ന് ചോദിക്കാൻ നാവ് പൊങ്ങില്ല. ഇതന്നെ ഞാൻ പറഞ്ഞത്. പകരം പൊങ്ങുന്നത് എവിടെയാണ്? അത് നിർമ്മല കോളേജിലെ പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ മാത്രമേ പൊങ്ങുള്ളൂ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഇത് തന്നെയാണ് സൗദിയിൽ കാണുന്നത്, യൂറോപ്പിൽ കാണുന്നത്, ലിബിയയിൽ കാണുന്നത്, യൂറോപ്പിൽ കാണുന്നത്. അപ്പോ ഇനി അവസാനമായിട്ട് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഖേദപ്രകടനം അതൊരു കാപട്യമാണ്. കാരണം എന്താണ്? ലക്ഷ്യം മാറ്റി വെച്ചിട്ടില്ല. നിസ്കരിക്കാൻ ഞങ്ങൾ സ്ഥലം നേടുമെന്ന് തന്നെയാണ് ആ ലക്ഷ്യം. ആ സംഗതി കിട്ടുന്നത് വരേക്കും ഇത് പോരാട്ടം തുടരണം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എക്സ് മുസ്ലിം ആയിട്ടുള്ള എനിക്കിത് തറപ്പിച്ച് പറയാൻ കഴിയും. കാരണം എന്താണ്? നാളെ നിങ്ങൾ കാത്തിരുന്നോ, ഈ മഹല്ല് കമ്മിറ്റിയെ തിരുത്തിക്കൊണ്ട് വേറൊരു കൂട്ടം മുസ്ലിങ്ങൾ വരും. കുട്ടികൾക്ക് തെറ്റുപറ്റിയിട്ടില്ല, അവർ ഇസ്ലാമിന്റെ ആശയമാണ് ഉയർത്തിപ്പിടിച്ചത്. എന്താണ്? ഇസ്ലാമിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിച്ച ആളുകളാണ്. അവരെ നമ്മൾ അനുമോദിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്തുള്ള കാടൻ രൂപത്തിൽ ഇസ്ലാമിനെ കാണുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം പൊക്കിക്കൊണ്ട് നടക്കുന്ന തബ്ലീഗ് ജമാഅത്ത് അല്ലെങ്കിൽ കൂടിയ സലഫികൾ ഇവർ വരും അടുത്ത ദിവസം മഹല്ല് കമ്മിറ്റിയെ തിരുത്തിക്കൊണ്ട്. നമുക്ക് കാത്തിരിക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോ ലക്ഷ്യം അവർ മാറ്റിയിട്ടില്ല, ലക്ഷ്യം തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. കുട്ടികൾ ഇപ്പോ ഇത്ര ആവേശം വേണ്ടിയില്ലായിരുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊരു ഖേദമല്ല,
ഇതൊരു തക്കിയ മാത്രമാണ്, ഒന്ന് കാത്തിരിക്കൂ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് ശരിയാക്കാം എന്നാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ സൂക്ഷിക്കണം. ഓക്കെ. ഓ അബ്ദുള്ള, നമ്മൾ ഹിന്ദുക്കൾ രാമായണ മാസം ആചരിക്കുകയാണ്. ഈ രാമായണം നേരത്തെ നമ്മുടെ ഡോക്ടർ ആരിഫ് പറഞ്ഞതുപോലെ വിമർശനത്തിന് അതീതമൊന്നുമല്ല, വിമർശിക്കാം. പക്ഷേ ഈ ശ്യാംകുമാർ റമദാൻ വേളയിൽ ഖുറാനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു പരമ്പര എഴുതുമോ? അതിന് മാധ്യമം ദിനപത്രം എഡിറ്റോറിയൽ പേജ് വിട്ടുകൊടുക്കുമോ? അനിൽ, ശ്യാംകുമാർ അങ്ങനെ ലേഖനം എഴുതുമോ എന്ന് അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത്. മാധ്യമം പത്രം എഡിറ്റോറിയൽ പേജ് വിട്ടുകൊടുക്കും എന്നത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ കഴിയും. വിട്ടുകൊടുക്കുമോ? ഇസ്ലാമിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ മാധ്യമ ദിനപത്രത്തിൽ ഞാൻ അതിൻ്റെ എഡിറ്ററായിരുന്ന കാലത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനെ തുടർന്ന് വിവാദങ്ങൾ വന്നു, വിവാദങ്ങൾക്ക് മറുപടി കൊടുത്തു. 10-12 ലേഖന പരമ്പരകൾ തന്നെ വന്നു. മാധ്യമം ശ്രദ്ധിച്ച് അതിന് ആദ്യകാല ലക്കങ്ങൾ വായിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും. അത് പുതിയ സംഭവമൊന്നുമല്ല. നിങ്ങൾക്ക് ഈ ഇസ്ലാമിക് ഫോബിക് സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തിപ്പൊന്തിച്ച് ഈ ആരിഫ് ഹുസൈനൊക്കെ ഇസ്ലാമിൽ നിന്ന് ഇറങ്ങിപ്പോയനാ, ഔട്ടടിച്ച് പോയതാ. എന്നിട്ട് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഇസ്ലാമിക രാജ്യത്ത് ഒരു ഇതുപോലെ എന്താ വൈദ്യുതി ലൈനിൽ കാക്ക തട്ടി കാക്കൻ്റെ ചിറക് താഴ്ന്ന ബംഗ്ലാദേശിൽ കാക്കകൾ കൂട്ടാത്മഹത്യ, ഇസ്ലാം തകർന്നു, പാകിസ്ഥാനിൽ എലി ചത്തു, ഇസ്ലാം തകർന്നു, ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇവൻ്റെ ഒക്കെ ഇതൊന്നും മറുപടി അറിയിക്കുന്നതേ അല്ല. ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിക ദൃഷ്ട്യ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, വ്യത്യസ്തമായ കഴിവുകളും വ്യത്യസ്തമായ അറിവുകളും അതുപോലെയുള്ള പരിസരത്തുമുള്ള നിരവധി താല്പര്യങ്ങളോട് കൂടിയ ജനവിഭാഗം. ആ ജനവിഭാഗങ്ങൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെയെല്ലാം വിട്ടുവീഴ്ച ചെയ്യണം, എങ്ങനെയെല്ലാം മറ്റുള്ളവരെ ഉൾക്കൊള്ളണം, പാവങ്ങളോട് എങ്ങനെ പെരുമാറണം, സമ്പന്നരവരുടെ സമ്പത്ത് എങ്ങനെ ചെലവഴിക്കണം മുതലായ കാര്യങ്ങൾ ഇവർക്ക് ഈ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയുടെ അഭാവത്തിൽ എങ്ങനെയാണ് ഈ ലോകം നിലനിൽക്കുക? ഞാൻ ആവർത്തിച്ച് പറയേണ്ടതില്ല. മനുഷ്യർക്ക് വ്യത്യസ്ത കഴിവുകളാണ്, വ്യത്യസ്തമായ യോഗ്യതകളാണ്, വ്യത്യസ്തമായ അറിവുകളാണ്, പലതുമാണ്. ഇതെല്ലാം തന്നെ ഒരു വ്യവസ്ഥയിൽ കൊണ്ടുവരണമെങ്കിൽ ദൈവികമായ ഒരു മാർഗദർശനം ആവശ്യമാണ്. മനുഷ്യരുണ്ടാക്കിയാൽ മതിയാവില്ല. കമ്മ്യൂണിസ്റ്റ് കാറൽ മാർക്സ് ഉണ്ടാക്കിയാൽ തൊഴിലാളികളുടെ മേധാവിത്വമായിരിക്കും അതിൽ മുഴച്ചു നിൽക്കുക, താല്പര്യങ്ങളായിരിക്കും മുഴച്ചു നിൽക്കുക. അല്ലെങ്കിൽ എംഗൽസ് ഉണ്ടാക്കിയാൽ മറ്റവരുടേതായിരിക്കും ഉണ്ടാക്കുക. അതുകൊണ്ട് ദൈവം ഒരു വ്യവസ്ഥ ഉണ്ടാക്കി. ദൈവം ആ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് അത് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ആദ്യത്തെ മനുഷ്യൻ മുതൽക്ക് ആദം, എല്ലാവരും അംഗീകരിക്കുന്ന ആദം, നോഹ മുതലായ ആൾക്കാർ, അവരിലൂടെ ഈ പ്രപഞ്ചത്തിൽ ഈ ലോകത്ത് മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നതിന് അതാത് കാലത്ത് വ്യത്യസ്തരായ നാടുകൾ വ്യത്യസ്തമായ ആളുകളെ അയച്ചുകൊണ്ട് ഈ ഇസ്ലാം എല്ലാം യേശു കൊണ്ടുവന്ന ഇസ്ലാമാണ്, മോസസ് പ്രവാചകൻ കൊണ്ടുവന്നത് ഇസ്ലാമാണ്, അബ്രാത്ത് കൊണ്ടുവന്ന ഇസ്ലാമാണ്. ഈ ഇസ്ലാമിനെ ഇവിടെ കൊണ്ടുവരികയും അങ്ങനെ അതനുസരിച്ച് ജീവിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. പലരും അതിൽ ചില മൂല്യങ്ങളോട് യോജിക്കാൻ കഴിയാതെ ഈ മറ്റ് പലതും താല്പര്യം കൊട്ടുകൊണ്ട് പുറത്തു പോയി അങ്ങനെ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അത് നമ്മൾ കാര്യത്തിലെടുക്കുന്നില്ല. അപ്പം ഈ വ്യവസ്ഥിതിയിൽ കാലികങ്ങളായ പരിഷ്കരണങ്ങൾ അതാത് അവസരങ്ങളിൽ അക്കാലത്തെ പണ്ഡിതന്മാരും അതിൽ വിശ്വാസമുള്ളവരും സഹകരിച്ചുകൊണ്ട് നിർമ്മിച്ചുണ്ടാക്കുക എന്നതാണ് ഫലപ്രദമായി ചെയ്യേണ്ടത്. അതിനാണ് ഇജ്തിഹാദ്, ഗവേഷണം നടത്തുക എന്ന് പറയുന്നത്. ആ ഇജ്തിഹാദിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കാലഘട്ടത്തിൽ ഇപ്പോൾ അവയവമാറ്റം പുതിയൊരു പ്രശ്നമാണ്. അവയവമാറ്റം പാടുണ്ടോ പാടില്ലേ, അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. ഇതാണ് വളരെ സംക്ഷിപ്തമായി ഇസ്ലാമിനെ പറ്റി പറയുകയാണെങ്കിൽ പറയാനുള്ളത്. പിന്നീടുള്ളത് നിങ്ങൾ ഉന്നയിക്കുന്ന ഓരോ വർത്താനം. അതായത് ശേഖരൻ മൗലവി സെക്യുലറിസത്തിന് വേണ്ടി വാദിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത്. ശേഖരൻ മൗലവിൻ്റെ ശിഷ്യനാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരുന്ന് വർഷങ്ങളോളം പഠിച്ച ആളാണ്. അദ്ദേഹത്തിന് സെക്യുലറിസമായോ അല്ലെങ്കിൽ അതുപോലത്തുള്ള ഈ ആധുനിക ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളുമായോ പറയത്തക്ക ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സ്വത്തിൽ ഒരുപോലത്തെ അവകാശമാണ്. യൂസിക്കും മുല്ലാഫി ഔലാദിക്കും ഇതൊക്കെ മിസ്ലയിൽ ഉൻസയും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച വാചകത. നിങ്ങളുടെ ആൺകുട്ടികളുടെ പകുതി അഥവാ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ നേർപകുതി സ്വത്തേ ഉള്ളൂ എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഖുർആന്റെ അടിസ്ഥാനത്തിൽ ശ്രമിക്കുകയും ഏതാണ്ട് ഈ ലോകത്തിൽ തന്നെ മുഴുവൻ പണ്ഡിതന്മാർക്കും അത് സംബന്ധമായി സൈക്കോളജിസ്റ്റ് ചെയ്ത് ഞാനൊക്കെ ചെയ്യാൻ കൂടിയ ആളാണ്. ലോക പണ്ഡിതന്മാർക്ക് ഇതിനെപ്പറ്റി അഭിപ്രായം വരാൻ വേണ്ടി അയച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നവരായിരുന്നില്ല ഒട്ടുമിക്ക പണ്ഡിതന്മാർ. അവരതിന് ശരിയായ രീതിയിൽ മറുപടി പറഞ്ഞില്ല.
അങ്ങനെ അദ്ദേഹം വെല്ലുവിളിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുമ്പോൾ ആ മനുഷ്യനെ ഇനി വെച്ചുകൊണ്ടിരുന്നാൽ നമ്മളുടെ ഈ പൗരോഹിത്യത്തിന്റെ ആരാണ് മൗലവിയെ ഉന്മൂലനം ചെയ്തത്? അത് തകരും. അതിനെ തുടർന്ന് ആരാന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയില്ല, എന്നാളെ എൻ്റെ ഉസ്താദാണ്, ആൾ എന്നെ പഠിപ്പിച്ച ആളാണ്, വ്യക്തിയില്ല. താങ്കൾ മൗലവിയുടെ ശിഷ്യനായിരുന്നു. താങ്കൾ ഒരു ശിഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തോട് കടപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു അന്വേഷണം നടത്തേണ്ടതാണ്. താങ്കൾ ആത്യന്തികമായ ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. അപ്പോൾ ആ അന്വേഷണം നടത്തിയിട്ടുണ്ടാവും, പക്ഷേ താങ്കൾക്ക് തുറന്നു പറയാൻ ഭയമായിരിക്കും. അത് താങ്കൾക്ക് ആ ഭയം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. അല്ല, എന്നാ പറ, പല ചർച്ചകൾ മൗലവി ആരാ തട്ടിയത്? അല്ല, ഭയം അത് താങ്കൾ പറയുന്നുണ്ട്, ഞാനാണോ അല്ലെന്ന് ഞാൻ പറയാം, താങ്കൾ പറയും. കോടതിയിൽ വെച്ച് കണ്ട് താങ്കൾ അങ്ങനെ വെറുതെ ഇടപെടണ്ട. ഞാൻ ഒരു കോടതിയിൽ വെച്ചിട്ട് ജഡ്ജി ചോദിച്ചു, അപ്പോൾ എപ്പോഴാണ് പിന്നെ ചെങ്ങന്നൂർ മൗലവി കൊല്ലപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ മറ്റേ ആൾ പ്രതി പറഞ്ഞ മറുപടി, ഓ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് മുസ്ലിങ്ങൾ ഒരാൾ മരിച്ചു കേട്ടാൽ പറയുന്ന വാചക, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇയാളങ്ങ് വിളിച്ചു പോയി. എന്ത്? അവൻ ചെങ്ങന്നൂർ മൗലവി കൊല്ലപ്പെട്ടോ? ഇയാൾ അങ്ങോട്ട് ചോദിക്കുക ജഡ്ജിനോട്, ചെങ്ങന്നൂർ മൗലവി കൊല്ലപ്പെട്ടു എന്നുള്ളതിനെ മുസ്ലിം വലിയ വിഭാഗം അംഗീകരിക്കുന്നില്ല, എനിക്കും അറിഞ്ഞുകൂടാ, താങ്കൾ അങ്ങോട്ട് വിഷയം തിരിച്ചു വിടണ്ട, താങ്കളെ ഇത് വേണ്ടി പറഞ്ഞ കൊടുക്കുക. അതുകൊണ്ട് താങ്കൾ എനിക്കറിയില്ല, ഇഷ്ടമാണ് എന്നോട് ചോദിച്ചിരുന്നതാ. ഞാൻ ശ്രീ ഒ അബ്ദുള്ള ഇങ്ങനെ കള്ളം പറയാതെ, ഈ വിഷയം പറഞ്ഞത് ഇങ്ങനെ കള്ളം പറയാതെ, ഇങ്ങനെ കള്ളം പറയാതെ, അറിയില്ല എന്ന് പറയരുത്. എനിക്കറിയുന്ന താങ്കൾ പറയുന്നത് താങ്കൾക്കറിയാം. ശരി, എന്നാ എനിക്ക് വേറെയും പലതും അറിയാം, എനിക്ക് വേറെയും പലതും അറിയാം. അല്ല, തൽക്കാലം ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. എന്തൊക്കെ മൗലവിയെ ആരാണ് ഉന്മൂലനം ചെയ്തത്? താങ്കൾ ഒരു അഡ്മിനല്ലേ? ഒരു അഡ്മിന് ഉണ്ടായത് പ്രാഥമിക മര്യാദ, ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുടെ പേരിൽ ഒരു ആരോപണം ഉന്നയിക്കാം. എന്നിട്ട് താങ്കൾക്കറിയാം ചെങ്ങന്നൂർ മൗലവിനെ കൊന്ന ആള്. എനിക്ക് ചെങ്ങന്നൂർ മൗലവി എൻ്റെ അധ്യാപകനാണ്, എൻ്റെ കൂടെ ധാരാളം വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും കഴിവും യോഗ്യതയുള്ള, അറബിക്ക് അറിയുന്ന, ഖുർആൻ എന്താ പറയുക, ഫിഖ് കർമ്മശാസ്ത്രം അറിയുന്ന അപൂർവ പണ്ഡിതന്മാരെ ഞാൻ ലോകത്ത് കണ്ടിട്ടുള്ളൂ. ലോകത്ത് എന്ന് പറയാൻ കാരണം ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ താങ്കൾ വിഷയം മാറ്റും, ഒരുപാട് മറുപടി പറയാൻ. നമുക്ക് മൗലവിയെ വിടാം, നമുക്ക് രാമായണത്തിലോട്ട് വരാം. ഈ ശ്യാംകുമാർ രാമായണം കെട്ടുകഥയാണ്, എനിക്ക് രാമായണം സ്ത്രീവിരുദ്ധമാണ്, രാമായണം സവർണർക്ക് വേണ്ടി മാത്രം രചിച്ചതാണ്, ഈ പറയുന്നതിനോടൊക്കെ യോജിക്കുന്നുണ്ടോ ശ്രീ ഒ അബ്ദുള്ള? എനിക്ക് യോജിപ്പില്ല. രാമായണം വിശകലനം ചെയ്യേണ്ടതുമാണ്, ചർച്ച ചെയ്യേണ്ടതുമാണ്, നമ്മൾ തലമുറയായി കൈമാറേണ്ടതാണ്. കാരണം നമ്മളെല്ലാവരും ആദരിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനാർഹമായ ഒരു ഇതിഹാസമാണത്. ആ കഥാപാത്രങ്ങളെ കൊണ്ട് നമുക്ക് ഇവിടെ ചർച്ച പോലും നടത്താൻ കഴിയില്ല. ഒന്നും കഴിയില്ല. താങ്കളൊന്ന് വഴങ്ങോ? ഇല്ല, ആരിഫിന് അപ്പൊ സമയം വെൽപ്പില്ല. ആരിഫിന് ഇപ്പൊ ഞാൻ സമയം അല്ല, നിങ്ങളുടെ തരികടല്ലേ, നിങ്ങൾ രണ്ടാളും ഒത്തിട്ട് ഇന്നെ മുണ്ടാതാക്കിയല്ലേ ഇപ്പൊ ചെയ്യുന്നത്. ഒരുപാട് ബനു ഖുറൈളയെ പറ്റി താങ്കൾ പറഞ്ഞപ്പോൾ ചർച്ച ചെയ്തു. എന്താ ബനു ഖുറൈള ഇത്? ബനു ഖുറൈള എന്തിനാ ആരിഫ് കലാമിച്ച്? പിന്നെ നിങ്ങൾ പറയാ അമ്പലം വേണമെന്ന് പോയി പറഞ്ഞാല്, ഒരു പള്ളിയിൽ പോയി അവിടെ പോയി പ്രാർത്ഥിക്കട്ടെ എന്ന് വെച്ചാൽ ഇനി വേറെ നാളെ കുറെ കുട്ടികൾ വന്ന് ഞങ്ങൾക്ക് ഇവിടെ ഈ കൊമ്പൗണ്ടിൽ ഒരു അമ്പലം വേണമെന്ന് ചോദിച്ചാലോ? ഈ അത് വിഡിത്തൊക്കെ ആരിഫ് ഹുസൈൻ താങ്കളെ പറയുള്ളൂ. താങ്കൾ അടുത്തൂടെ പോയില്ല. ഈ ഒരു പള്ളി വന്ന് പ്രാർത്ഥിക്കട്ടെ, ഒരു പ്രാർത്ഥിക്കാനാണ് സമയം ഉണ്ടെങ്കിൽ ഒരു പൂവ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൂന്തോട്ടം നയിച്ചാ കൊടുക്കലാ, ഒരു ചായ വെച്ചാൽ ചായക്കടേ. എന്നോടാണ് സംശയം. എന്റെ സമയം കഴിഞ്ഞിട്ടല്ലാതെ അനിൽ നമ്പ്യാർ സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ ഈ ചാനലിന് ഉപയോഗം ഞാൻ പിക്കിട്ട് ഇയാളെ ഫൂളിഷ്നെസ് എന്താണ് നിങ്ങൾ ചെയ്ത്? നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? നിങ്ങൾ പറയുമ്പോ ഞാൻ അനങ്ങി മുണ്ടിയോ? ഞങ്ങളോടല്ല, ഞാൻ അനിൽ നമ്പ്യാരോടാ ചോദിക്കണേ. നിങ്ങൾ നിർമ്മലയിൽ പള്ളി ആരാ ചോദിച്ചത്? അതിന് മറുപടി ഒരു സ്പേസ് അബ്ദുള്ള. അല്ല, എനിക്ക് ആരിഫ് ഹുസൈന്റെ മുഴുവൻ സംശയമായിരുന്നു. ഞാൻ തലക്കെന്ന് പറ, ഞാൻ ഓരോന്ന് സംശയം ചോദിക്കും. ശരി, ബാങ്കിന്റെ അർത്ഥം എന്താ? ജനഗണമന ദേശീയ ഗാനത്തിന്റെ അർത്ഥം എന്താ?
ആരിഫ് ഹുസൈൻ പറയും. ആദ്യം നമുക്ക് ബാങ്കിന്റെ പറയാം, എന്നിട്ട് ദേശീയഗാനം പറയാം. അത് വരാം, ഒരു മിനിറ്റ്. ഇവിടെ അനിൽ നമ്പ്യാർ ചോദിച്ചു, അനിൽ നമ്പ്യാർ ഇവിടെ ഞാൻ മുമ്പ് പോയാലാ ഞാൻ ഇത് എറിഞ്ഞോട് പോകും. ഇക്ക പോലെ ഒരു മിനിറ്റ് പ്ലീസ്. ഒരു മിനിറ്റ് ഇപ്പൊ കൊടുക്കൂല. ശേഷം എത്ര മിനിറ്റ് കൊടുക്കും? എന്നാ താങ്കൾ അല്ല ഡോക്ടർ ആരിഫ്, ഡോക്ടർ ആരിഫ് അതേ പറഞ്ഞു തീർക്കട്ടെ. യെസ്, താങ്കൾ പറഞ്ഞു തീർക്കുക പ്ലീസ്. അല്ല ഇതെന്താ നിങ്ങൾ രണ്ടാൾ കൂടി ഇപ്പൊ ഒന്നായത് എങ്ങനെ പറഞ്ഞോണ്ടാ? പറഞ്ഞ് അവസാനിപ്പിക്കുക പ്ലീസ്. സമയം പോവാ. നിങ്ങളൊരു ആങ്കർ അല്ലേ? അതെ, സമയം നിങ്ങളാ പോക്കുന്നത്, ഞാനല്ലല്ലോ. അല്ല അപ്പൊ പറഞ്ഞ് അവസാനിപ്പിക്കാൻ. ഇസ്ലാമിനെ തകർക്കുന്ന മുസ്ലിങ്ങൾ, ഞാൻ ഓരോന്ന് പറയട്ടെ. ഇസ്ലാമിനെ തകർക്കുന്ന മുസ്ലിങ്ങളാണ്. എന്നാ പിന്നെ നിങ്ങൾ എന്തിനാണ് ബേജാറാകുന്നത്? നിങ്ങൾ ആരിഫ് ഹുസൈൻ പറഞ്ഞ ഇസ്ലാമിനെ തകർക്കുന്ന മുസ്ലിങ്ങളാണ്, പിന്നെ എന്തിനാ താങ്കൾ അതിൽ ബേജാറാകുന്നത്? നിങ്ങൾക്ക് വേണ്ടത് ഇപ്പൊ ഇസ്ലാം തകർന്ന് കിട്ടിയല്ലേ? ആരിഫ് ഹുസൈൻ ഔട്ടടിച്ച് പോയവനാ ഇസ്ലാമെന്ന്. അവിടെ പോയാൽ പോലെ പിന്നെ അതിനെ തിരിഞ്ഞു നോക്കി അതിന്റെ കുറ്റും കുറവുകളും ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് നടക്കേണ്ട എന്താ? ആരിഫ് ഹുസൈനെ ഈ ലോകത്ത് മനുഷ്യർ എങ്ങനെ ജീവിക്കണം എന്നൊരു വ്യവസ്ഥ പറയും. എങ്ങനെ ജീവിക്കണം, ഞാനും താങ്കളും തമ്മിൽ എങ്ങനെ പെരുമാറണം, ഇങ്ങനെ തല്ലൂടാണോ വേണ്ടത്, അല്ലെങ്കിൽ വിട്ടുവീഴ്ചയോട് പെരുമാറണം? വിട്ടുവീഴ്ച നിങ്ങൾ ആരാ പഠിപ്പിക്കുന്നത്? മാതാപിതാക്കളെ ബഹുമാനിക്കണം ആരാ താങ്കളെ പഠിപ്പിക്കുന്നത്? ഈ സകല സമയത്ത് വരേണ്ടി ഇങ്ങനെ ഓരോന്നും വിവരക്ക് അല്ല അതുകൊണ്ട് പറഞ്ഞോ അല്ല എല്ലാം നിയമവ്യവസ്ഥയിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞു. കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് എന്ത് ചെയ്യണമെന്നാ പറഞ്ഞു? സെക്യുലറിസത്തിന് യോജിച്ചല്ല താങ്കൾ പറയുന്നത്. ഇസ്ലാമിൽ സെക്യുലറിസം ഉണ്ടോ? ഇസ്ലാമിൽ ജനാധിപത്യം ഉണ്ടോ? സീറോ ആണ്. സീറോ. ഇസ്ലാം സെക്യുലർ ആണ്. ഇസ്ലാം സീറോ സെക്യുലർ. ഇസ്ലാം സീറോ ഡെമോക്രാറ്റിക്. ചോദിച്ചോണ്ടേ ഇരിക്കാൻ പറ്റില്ല. ചോദ്യം ചോദിക്കാൻ ഞാൻ അനുവദിച്ചു. പറയുന്നത് കേൾക്ക്. സമയക്കൂലെങ്കിൽ ഞാൻ മതിയാക്കിക്കോളാം. ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം സെക്യുലറാ. കാരണം എല്ലാ മതങ്ങൾക്കും പ്രവർത്തിക്കാൻ. ഒരു മിനിറ്റ്. ഓക്കെ യെസ്, അതേ ഫോൺ അറ്റൻഡ് ചെയ്യട്ടെ. ഡോക്ടർ ആരിഫ് പറയാം. ഞാൻ ചോദിക്കാൻ വന്ന കാര്യം ഇതാണ്. അതായത് ഇപ്പൊ ഈ രാമായണത്തിന്റെ കാര്യം ചോദിച്ചപ്പോ അനിൽ നമ്പ്യാർ ആദ്യം ഉപയോഗിച്ച വാചകം തന്നെ ഇതാണ്. അതായത് രാമായണം വിമർശനാതീതമല്ല എന്ന് തന്നെയാണ് അനിൽ നമ്പ്യാർ ഇവിടെ പറഞ്ഞത്. അപ്പോ ഇവിടെ ഓ അബ്ദുള്ള ഇവിടെ മര്യാദ വേണ്ടേ? അല്ല ഇത് എനിക്കിതുള്ള സമയമാണ്. നിങ്ങൾ ഫോണിലേക്ക് പോയപ്പോ വന്ന സമയമാണ്. വെയിറ്റ്, ഫോൺ അറ്റൻഡ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഫോൺ അറ്റൻഡ് ചെയ്തത് മര്യാദയല്ല കേട്ടോ, അത് മര്യാദ കേടാണ്. ഫോൺ അറ്റൻഡ് ചെയ്തത് ഒരു സംവാദം നടക്കുമ്പോ അതിലിരുന്ന് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് ശരിയാണോ? രണ്ടാളല്ല 200 ആള് കൂടിയാലും എന്നോട് നിങ്ങൾക്ക് കഴിയില്ല. ഇത്രയേ ഉള്ളൂ ചോദ്യം, ഇത്രയേ ഉള്ളൂ. അബ്ദുള്ള ഇത് പറഞ്ഞാൽ മതി. രാമായണം വിമർശനാതീതമല്ല എന്ന് അനിൽ നമ്പ്യാർ പറഞ്ഞു. ഓ അബ്ദുള്ളക്ക് ഖുർആൻ വിമർശനാതീതമല്ല എന്നൊറ്റ സ്റ്റേറ്റ്മെന്റ് ഒറ്റ ശ്വാസത്തിൽ പറയാൻ കഴിയൂല്ലേ? എനിക്ക് അത്ര ചോദിക്കാനുള്ളൂ. ഓ തീർച്ചയായും ഖുർആനെ വിമർശിക്കാലോ. എന്നാ പിന്നെ എന്തിനാണ് നമ്മൾ ഈ വിമർശിക്കുമ്പോ കാഫിറിനെ കൊല്ലണം എന്ന് പറഞ്ഞ മുർത്തദിനെ കൊല്ലണം എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കണം? എന്തിനാ കാഫിറിനെ കൊല്ലണം ഇസ്ലാം പറയുന്നതല്ല. കാഫിറിനെ കൊല്ലണം ഇസ്ലാം മുണ്ടാതിരിക്കുക. ഞാൻ പറയുന്നത് കേൾക്ക്. മുണ്ടാതിരിക്കുക. ആ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ മുണ്ടരുത്. പറയാൻ സമ്മതിക്ക. ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലുകും ഫിദ്ദീനി. അതിന്റെ അർത്ഥം ആരിഫിന് അറിയോ? അറിയില്ലെങ്കിൽ പറയാ അറിയില്ലാന്ന്. അറിയോ? പറയട്ടെ, ഞാൻ ഒന്നുകിലും ആരിഫ് പറയാ അല്ലെങ്കിൽ എന്നെ പറയാൻ സമ്മതിക്കാം. നിങ്ങളോട് യുദ്ധം ചെയ്യുകയോ നിങ്ങളെ വീട്ടിൽ നിന്ന് അന്ന് ചെയ്തതുപോലെ പുറത്താക്കുകയോ ചെയ്യാത്തത് ആൾക്കാരോട് നമ്മൾ തൗബയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ബക്കറയിലേക്ക് തൗബയാണ് പറയുന്നത്. നിങ്ങൾ തൗബ പറയുമ്പോൾ ബക്കറയിലേക്ക് ഓടുന്ന ഇത് പറഞ്ഞേക്കണം. കുതിരായി കുത്തിരിക്കാം. ഒന്ന് അതിനേക്കാൾ വയസ്സിൽ എനിക്ക് ഞാൻ പറയുന്നത് കേൾക്ക്. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഞാൻ പറയുന്നത്. ഖുർആൻ പറയുന്നു നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കിയോ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരോട് അൻതുഖ്സിത്തു നിങ്ങൾ അവരോട് നീതി പാലിക്കു, നിങ്ങൾ അവരോട് മര്യാദയോട് പെരുമാറണം എന്ന് പറയുന്ന ഖുർആൻ കാഫിറിനെ കൊല്ലുമെന്ന് പറയാം. താങ്കൾ സമയം വാങ്ങി പറഞ്ഞു. ആരിഫ് ഹുസൈൻ അത് കഴിഞ്ഞിട്ട് താങ്കൾ പറയും.
അല്ല ഓ അബ്ദുള്ള, എന്താ ആങ്കറെ താങ്കൾ ഇത്ര ഓ വിഡ്ഢിയാ? അബ്ദുള്ള, താങ്കൾക്ക് താങ്കൾ വിഡ്ഢിയാണോ? അനുവദിക്കപ്പെട്ട സമയം അവസാനിച്ചിരിക്കുന്നു അനിലെ, കേട്ടോ. താങ്കൾ എങ്ങനെ വിഡ്ഢിയായതെന്നാ? താങ്കൾ നല്ല മനുഷ്യനായിരുന്നല്ലോ. റേഡിയോ തുറന്നു വെച്ച പോലെ ഇങ്ങനെ എന്ന് പറഞ്ഞു പറഞ്ഞാൽ പോകാതെ താങ്കൾ ഇത്ര പ്ലീസ്. വലിയ വിഡ്ഢിയായത്? അതെ അനിൽ പറഞ്ഞു അനിൽ പോകാൻ ഇവിടെ ഓന്റെ മറുപടി ഇവിടെ പറയണ്ടേ ഞാന്? യെസ്, ഇവിടെ ഒരു ഇവിടെ ഒരു കബളിപ്പിക്കലാണ് ഇപ്പൊ പറയാനിട്ട് സമ്മതം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ വിളിച്ചത്? അല്ല അല്ല പ്ലീസ്, ഇവിടെ താങ്കൾ സമയമല്ല, പറയേണ്ടതെല്ലാം പറഞ്ഞു, പറയേണ്ടതെല്ലാം പറഞ്ഞു. എനിക്ക് തന്ന സമയത്താണ് ഓ അബ്ദുള്ള ഇടയ്ക്ക് കയറിയത്. നമ്മളത് വിട്ടുതരികയാണ് ചെയ്തത്. ഇനിയെങ്കിലും നമ്മൾ പറയണത് കേൾക്കൂ. ഇവിടെ ഓ അബ്ദുള്ള അതിന്റെ ഇടയിൽ കാണിച്ച തരികട എന്താണ്? നമ്മൾ പറഞ്ഞു കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന ആ മഹത് നിയമം ഈ സൂറത്തിലുണ്ട്. തൗബ എന്ന് പറയുന്ന സൂറത്തിൽ 5-ാമത്തെ അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇത് ശരിയല്ല. താങ്കൾ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, മറ്റുള്ളവരെ എന്തെങ്കിലും സംശയം ചോദിക്കാൻ സമയം ആവശ്യപ്പെടുമ്പോൾ ഇറങ്ങിപ്പോവുക, ഇത് ശരിയായ പ്രവണതയല്ല കേട്ടോ. ഇത് പലവട്ടം ആവർത്തിച്ചാണ്. അവരാഴിയിലെ അസ്ത്രങ്ങളെല്ലാം തീർന്നു. അതുകൊണ്ട് അദ്ദേഹം പോട്ടെ, കുഴപ്പമില്ല. യെസ്, ആരിഫ് ഹുസൈൻ പെട്ടെന്ന് പറയാം. ഇത് തന്നെയാണ് ഇസ്ലാം ജനാധിപത്യപരമല്ല, ഇസ്ലാമിൽ ജനാധിപത്യം പ്രോത്സാഹിപ്പിക്കുന്നുമില്ല എന്ന് പറയുന്നതിന്റെ ഒരു ലക്ഷണം കൂടിയാണ് ഇവിടെ കണ്ടത്. സംവാദം എന്ന് പറയുന്ന സാധനം ഇസ്ലാമിലില്ല. മുഹമ്മദ് നബിയെ ചോദ്യം ചെയ്യുകയും മുഹമ്മദ് നബി ചെയ്തതിലെ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇദ്ദേഹം പറഞ്ഞല്ലോ ഖുർആൻ വിമർശനാതീതമല്ല എന്ന്. ഖുർആനെ വിമർശിച്ചതിന് ഒരു തെളിവ്, ഒരു തരത്തിലുള്ള ഒരു ഇൻസ്റ്റൻസ് ഇസ്ലാമിൽ നിന്ന് കാണിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയില്ല. മുഹമ്മദ് നബി അത് പ്രോത്സാഹിപ്പിച്ചതിന്റെ. അങ്ങനെ ചെയ്ത വ്യക്തികളെ തെരഞ്ഞുപിടിച്ച് കവിത എഴുതിയോ കഥ പറയുകയോ ചെയ്ത ആളുകളെ തെരഞ്ഞുപിടിച്ച് കൊന്നതിന്റെ ചരിത്രം, കാബു ബിൻ അഷ്റഫ് ഒക്കെ ഒരു ഉദാഹരണം മാത്രമാണ്. ഫാറൂഖിനെ കൊന്നതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതേ മോഡൽ തന്നെയാണ് അവിടെ നടത്തിയത്. ചേകനൂറിന് എതിരെ ചെയ്തതും ഒരു ചതിച്ചുള്ള കൊലപാതകം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അപ്പോ ഇതെല്ലാം വിമർശനങ്ങൾക്ക് കൊടുക്കുന്ന മറുപടി, ഇസ്ലാം കൊടുക്കുന്ന മറുപടി ഇതാണ്. പാലൂട്ടി കിടക്കുന്ന ആ ഒരു സ്ത്രീയെ കവിത എഴുതി എന്നതിന്റെ പേരിൽ പള്ളയിൽ കത്തി കുത്തി ഇറക്കിയിട്ടാണ് കൊന്നത്. ഇതിനെക്കുറിച്ചുള്ള ചരിത്രം നിങ്ങൾക്ക് ഇസ്ലാമിൽ വായിക്കാം. ഇവിടെ നമ്മൾ കണ്ടു ഇസ്ലാമിലെ നിയമം. ഞാനൊരു കബളിപ്പിക്കൽ ശ്രമം കയ്യോടെ നമ്മൾ കാണുന്നതുകൊണ്ട് പറയാണ്, കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് പറയുന്ന ഒരു നിയമം ഇസ്ലാമിലുണ്ട്. അത് തൗബ എന്ന് പറയുന്ന സൂറത്തിലാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സൂറത്തിനകത്തുള്ള ഒരു ആയത്തെടുത്ത് കൊണ്ടുവന്ന് ഒട്ടിച്ചു വെച്ചിട്ട് ഇത് രണ്ടും ഒരേ സൂറത്തിലെയാണ് എന്ന് വരുത്തി തീർക്കുന്ന ആ ഒരു കബളിപ്പിക്കലും കൂടിയാണ് ഇവിടെ നടന്നത്. ബക്കറയിലെ ഇത് ഇദ്ദേഹത്തിന് മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാ ദാവാക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തരികടയാണത്. ഇത് ഇനി നടക്കില്ല. ഇവിടെ എക്സ് മുസ്ലിങ്ങൾ ഉണ്ട് ഇത് ചൂണ്ടിക്കാണിക്കാൻ. നിങ്ങളുടെ ഈ പരിപ്പൊന്നും ഇവിടെ ഇനി വേവാൻ പോകുന്നില്ല പൊന്ന് അബ്ദുള്ളാക്കാന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഇവിടെ ഞാൻ ഇത്രേ ചോദിച്ചുള്ളൂ. രാമായണ വിമർശനാതീതമല്ല എന്ന് പറയുമ്പോൾ അതേ ശ്വാസത്തിൽ, അതേ സ്വരത്തിൽ, അതേ ഒരു ആർജവത്തോടു കൂടി ഖുർആൻ വിമർശനാതീതമല്ല എന്ന് പറയാൻ ഇവർക്ക് സാധിക്കുമോ? നമ്മളെപ്പോലുള്ള എക്സ് മുസ്ലിങ്ങൾക്ക് ഇവിടെ സംഘി ചാനലായ ജനം ടിവിയിൽ ഇസ്ലാമിസ്റ്റായ തീവ്രവാദിയായ ഓ അബ്ദുള്ള വന്നിരുന്ന് പറയുന്നത് പോലെ തിരിച്ച് നിങ്ങൾക്ക് മീഡിയ വണ്ണില് നമ്മളെ പോലെയുള്ള ആളുകളെ ഒരു തവണയെങ്കിലും കൊണ്ട് ഒരു എക്സ് മുസ്ലിങ്ങിനെ എങ്കിലും ഈ മീഡിയ വണ്ണിൽ പങ്കെടുപ്പിക്കുക. എന്നിട്ടാവട്ടെ നിങ്ങൾ ഇസ്ലാമിന് ഈ രാമായണത്തെ വിമർശിക്കുന്നതിന് നമ്മൾ സ്ഥലം തരുമെന്നൊക്കെ പറയുന്നതിലുള്ള ആ ഒരു നിങ്ങൾ കാണിക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം, അനിൽ ചോദിച്ചാൽ ചോദ്യത്തിൽ ഒരു ചെറിയ തിരുത്ത് എനിക്ക് പറയാനുള്ളത് ഇതാണ്. അതായത് ഈ മാധ്യമത്തില് രാമായണ വിമർശനം നടത്തിയതുപോലെ ഈ മാധ്യമത്തിൽ തന്നെ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് അവിടെ ഒരു സാധനം പബ്ലിഷ് ചെയ്യാൻ അവിടെ ശ്യാംകുമാർ തയ്യാറാവുമോ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. കാരണം ശ്യാംകുമാർ ഒരു സ്ഥലത്ത് രാമായണത്തെ വിമർശിക്കുമ്പോൾ ഇപ്പുറത്ത് വന്നിട്ട് ഇസ്ലാമിനെ താങ്ങുന്നതാണ് നമ്മൾ. അവിടെയാണ് നമ്മുടെ വിയോജിപ്പ്. അല്ലാതെ മാധ്യമം പബ്ലിഷ് ചെയ്തതിലോ വിമർശിച്ചതിലോ അല്ല. അവിടെയാണ് നമ്മൾ വിയോജിപ്പ് കിടക്കുന്നത്. ഒന്ന് പറയാണ്. ഓക്കെ, വിദ്യാസാഗർ, ഈ ശ്യാംകുമാർ പറഞ്ഞത് രാമായണത്തിൽ പറഞ്ഞത് മാത്രമാണ് ഞാൻ ഈ പരമ്പരയിൽ എഴുതിയിരിക്കുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ അംബേദ്കർ ഉൾപ്പെടെയുള്ള പ്രമുഖ രാമായണത്തെ വിമർശിച്ച് എഴുതിയിട്ടുണ്ട്. അങ്ങനെ പല പ്രമുഖരും രാമായണത്തെ വിമർശിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാർഡ് ഇറക്കിയതെന്ന് പറഞ്ഞാൽ ഞാനൊരു ദളിതനായതുകൊണ്ട് എന്നെ കടന്നാക്രമിക്കുന്നു. അദ്ദേഹം ഒരു വാക്കുപയോഗിച്ചു, സവർണ ബ്രാഹ്മണിക്കൽ സംതിങ് ഫാഷിസമോ അങ്ങനെ എന്തോ പറഞ്ഞു. അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉയർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അത് ഈ മാധ്യമം തന്നെ കൊടുത്തിരുന്നു അവരുടെ ഓൺലൈൻ ചാനലിൽ. അതിൽ നിന്നാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഇസ്ലാം ഫണ്ട് കൊടുക്കുന്ന ചില ആളുകൾ ഹിന്ദു നാമധാരികളുണ്ട്. നമുക്ക് നല്ല പരിചയമുള്ളവരും ശബരിമല സമരത്തിൽ പങ്കെടുത്തവരും ഒക്കെ അതിൽ പെടും. ചില ആളുകൾ അതിപ്പോ എനിക്കത് പറയുന്നതിന് പരാതി മടിയൊന്നുമില്ല. എനിക്കിപ്പോ മുഹമ്മദ് നബി ആണെങ്കിലും പറയുന്നതിന് വിഷമമൊന്നുമില്ല. നേരത്തെ ആരിഫ് ഹുസൈൻ പറഞ്ഞ ഒരു പോയിന്റ് കറക്റ്റാണ്. രാമായണം വിമർശനാതീതമല്ല. അല്ല, രാമായണം എന്നല്ല, മഹാഭാരതവും രാമായണവും ഒക്കെ വിമർശിക്കാം, ഒരു തെറ്റുമില്ല. പക്ഷേ ഇതൊക്കെ വിമർശിക്കുന്ന അതേ സ്വാതന്ത്ര്യം എടുത്തിട്ട് ഇസ്ലാമിൽ വിമർശിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ
എന്നാ എന്റെ ചോദ്യം. ഈ ഖുർആനിലോ ബൈബിളിലോ വിമർശിക്കാൻ തക്ക ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ആ പറഞ്ഞ ന്യായമുണ്ട്. പക്ഷെ അങ്ങനെ അല്ലല്ലോ. ഇവിടെ 10 എണ്ണം കാണുമ്പോൾ അവിടെ 1000 എണ്ണം കിടക്കുകയാണ്. അതിൽ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് രാമായണം ഒരു മതത്തെ അനുശാസിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകുന്നൊരു ഭീഷണി അതിലില്ല, ഗീതയിലും ഇല്ല. ഇത് സാഹിത്യമായി വായിക്കുന്നവരുണ്ട്, നല്ല ഉത്തമ സാഹിത്യം, സംസ്കൃത ഭാഷയിലുള്ള നല്ലൊരു സാഹിത്യം, അല്ലെങ്കിൽ ഒരു കഥ, അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നെ സംബന്ധിച്ച് എന്റെ മതമാണ്, എനിക്കത് വളരെ വിശ്വാസമാണ്, അത് വളരെയധികം വിശ്വാസമാണ്. അങ്ങനെ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും വിമർശിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് ഇതിൽ, അതിൽ തർക്കമില്ല. പക്ഷെ അതേ ആളുകൾ പോയിട്ട് ഇസ്ലാമിക പക്ഷത്തു നിന്ന് കൊഴിമന്തി കഴിച്ചിട്ട് വന്നിട്ടാണ് ഈ പറയുന്നത്. അവിടെയാണ് നമ്മുടെ പ്രശ്നം. അവിടെ പോയിട്ട് ഇസ്ലാമിനെ പിന്നെ മുഹമ്മദ് നബി മുത്തുരത്നമോ എന്നൊക്കെ നാരായണ ഗുരുദേവൻ എഴുതി ഉണ്ട്, അനുകമ്പാ ദശകത്തിൽ അങ്ങനെ ഉണ്ട്. നാരായണ ഗുരു ഖുർആാനും ഹദീസും വായിച്ചിട്ടില്ല. ആ അറിവില്ലായ്മ കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ മുത്തുരത്നാന്ന് എഴുതിയത്. അതെ, മുത്തുരത്നമോ യവൻ മുത്തുരത്നമോ എന്നായിരിക്കും ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവുക, പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ മുഹമ്മദ് നബി എത്രത്തോളം വലിയൊരു അക്രമിയായ ഒരു ഭരണാധികാരിയും അതിക്രൂരനായ ഒരു മതനേതാവുമായിരുന്നു എന്നുള്ള വിഷയം അദ്ദേഹം അറിഞ്ഞിട്ടില്ല, അദ്ദേഹം വായിച്ചിട്ടില്ല. ചട്ടമ്പി സ്വാമികൾ ക്രിസ്തുമത ഛേദനം എഴുതി. എന്തുകൊണ്ട് എഴുതി? അദ്ദേഹം ബൈബിൾ വായിച്ചുകൊണ്ട് എഴുതി. അതേ ചട്ടമ്പി സ്വാമികളുടെ ക്രിസ്തുമത ഛേദനം വായിക്കുമ്പോൾ അതിൽ ഒരുപാട് വിമർശനമുണ്ടല്ലോ. വളരെ എന്താ പറയാ, നമ്മൾ കാണുന്ന സ്നേഹാനുഭൂതിയുള്ള യേശു അല്ല ചട്ടമ്പി സ്വാമികൾ ക്രിസ്തുമത ഛേദനം എഴുതി വെച്ചിട്ടുള്ളത്. ക്രിസ്തുമതത്തിന് അടിപ്പടയായിട്ട് എഴുതിയിരിക്കുന്നതാണ്. പിന്നെ ഇതിൽ വളരെ രസകരമായ കാര്യം എന്താ വെച്ചാൽ, ശ്യാംകുമാർ ഒരു വ്യാജ പണ്ഡിതനാണ്. ഞാനിത് തുറന്നു പറയാണ്. ശ്യാംകുമാർ ഡോക്ടറേറ്റ് ഉണ്ട്, അത് തന്ത്രത്തിന്റെ എന്തോ ഒരു 3-4 പുസ്തകം മുമ്പിൽ വെച്ചിട്ട് പരത്തി എഴുതിയ സാധനമാണ്. ഈ ശ്യാംകുമാറിനെ ഈ ജനം ടിവിയിലൂടെ ഞാൻ ഇതാ വെല്ലുവിളിക്കുകയാണ്. രാമായണത്തെ പറ്റി തുറന്ന ഒരു ചർച്ച എവിടെയാണെങ്കിലും നമുക്ക് സംവദിക്കാം. ഈ തട്ടിപ്പും പിപ്പിടി വിദ്യയൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പണ്ട് ഇതുപോലെ നമ്മുടെ ഷിബുസ്വാമിയെയും വെല്ലുവിളിച്ചതാണ്, പിന്നെ അതേ ഇങ്ങോട്ട് വന്നു. അല്ല, വെല്ലുവിളിച്ച നിങ്ങളല്ല എന്റെ ചേട്ടാ. ഞാൻ കാശില്ലാത്ത ഒരാളാണ്, വേദി ഒരുക്കാനും സംഘടന എനിക്കില്ല. നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളുടെ സഹായത്തോടെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, അന്ന് വരാതെ പോയതാ. അവര് വരില്ലെന്നേ, അതാ ശ്യാംകുമാറും വരില്ല. വന്നാൽ തന്നെ 100% ഞാൻ പിന്നെ അവസാനം തോറ്റു കഴിയുമ്പോ ബ്രാഹ്മണൻ മറ്റേ ഹെജിമണി സഭ അതൊന്നും പറയാൻ പാടില്ല. ഇത് നമ്മളിവിടെ തർക്കം അല്ല, ഒറ്റ കാര്യം. രാമായണത്തെ ഞാനിപ്പോ ഒന്നുകൂടി പറയട്ടെ, രാമായണത്തെ ബേസ് ചെയ്തിട്ടാണ് തർക്കം. ഈ കോഴിക്കോട് സർവകലാശാലയിൽ NVP ഉണിത്തിരി മാഷുണ്ടായിരുന്നു, ഡോക്ടർ NVP ഉണിത്തിരി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചായ വാങ്ങിക്കൊടുത്ത് ജീവിച്ചിരുന്ന ആളാണ്. പാർട്ടി ഓഫീസിൽ ചായ വാങ്ങിക്കൊടുക്കായിരുന്ന ആളെ പണി. പറഞ്ഞതിന് അർത്ഥം മനസ്സിലായില്ലേ? പാർട്ടിയുടെ ചെരുപ്പ് തുടച്ചു കൊടുത്ത് ജീവിച്ചിരുന്ന മാഷാണ്. ഞാൻ പറഞ്ഞതിന് ഒരു വിഷമവും വേണ്ട. രാമനെ നിങ്ങൾക്ക് വിമർശിക്കാമെങ്കിൽ എനിക്ക് ഉണിത്തിരി വിമർശിക്കാം. ഉണിത്തിരി രാമായണ പഠനവും മറ്റും എന്നൊരു പുസ്തകം എഴുതി, പണ്ട് 90s രാമായണ പഠനവും മറ്റും. ആ പുസ്തകത്തിൽ പറഞ്ഞതല്ലാതെ ഒരു പോയിന്റ് പോലും ശ്യാംകുമാർ ഈ ലേഖനങ്ങൾ എഴുതിയിട്ടില്ല. അതിന്റെ അർത്ഥം ഇത് ശ്യാംകുമാറിന്റെ ചിന്താ മണ്ഡലത്തിൽ വിരിഞ്ഞ ചില കുസുമങ്ങളൊന്നുമല്ല. NVP മാഷയുടെ പുസ്തകം അവിടെ എടുത്തു വെച്ചിട്ട് യവൻ എഴുതി വെച്ച സാധനങ്ങളാണ് ഈ മാധ്യമത്തിലൂടെ ഛർദ്ദിച്ചു വെച്ചിരിക്കുന്നത്. ഐ ഡോണ്ട് ഒപ്പോസ് ഹിം. അയാൾക്ക് എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അയാളെ ഒരിക്കലും എഴുതണ്ടെന്ന് പറയില്ല, കൈവെട്ടുന്നു ഞാൻ പറയില്ല. അതായത് എന്നെ അറിയുന്ന എന്റെ സാഹിത്യ അക്കാദമിയുടെ അടുത്തൊരു പുരസ്കാരം ഉറപ്പാക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം പുരസ്കാരത്തിൽ അർഹരായവരുടെ യോഗ്യതയൊക്കെ താങ്കൾക്ക് അറിയാലോ. അതെ, വ്യാജ ചെമ്പോല നിർമ്മിച്ച വ്യാജ ചരിത്ര പണ്ഡിതൻ രാഘവാര്യര്. നോക്കണം, രാഘവാര്യരെ പോലെ ഒരു, എനിക്ക് തോന്നുന്നു അങ്ങനെ ക്യാരക്ടർ നമ്മുടെ ഒഥല്ലോയിലാണെന്ന് തോന്നുന്നു. ഒഥല്ലോയിൽ ഒരു ക്യാരക്ടർ ഉണ്ട് നമ്മുടെ മലയാളത്തിൽ, അത് കളിയാട്ടത്തിൽ പനിയനെ പോലെ ഒരാളാണ് ഈ രാഘവാര്യര്. കൂടെ നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുകയും പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്യുന്ന ഏറ്റവും വലിയ നീചനാണ് ഈ രാഘവാര്യർ. ചെമ്പോല കേസൊക്കെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ പല ആളുകളുടെയും ചെമ്പ് തെളിഞ്ഞു പോയനെ. GN പിള്ള അവാർഡ് വൈജ്ഞാനിക സാഹിത്യത്തിന്, ഇസ്ലാമിക ഫെമിനിസം ഉമ്മുൽ ഫൈസ, അവർക്കാണ് അവാർഡ് ഇപ്രാവശ്യം. നമ്മളെ ബിന്ദു ടീച്ചറെ ഭർത്താവ് വിജയരാഘവൻ അറബി സാഹിത്യത്തിലായിട്ടാണ്, ഇസ്ലാം സ്റ്റഡീസിലാണ് ഡോക്ടറേറ്റ്. അത് മനസ്സിലാക്കിക്കോ. CPM-ന്റെ വിജയരാഘവൻ. നമ്മുടെ ബിന്ദു ടീച്ചറെ ഉന്നത വിദ്യാഭ്യാസ തലയിൽ വീട് കൊണ്ടു നടക്കുന്ന ടീച്ചറില്ലേ, ഹെഡ് ഇൻ മൈ ഹൗസ്, ആ ടീച്ചറുടെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും ഉള്ള സ്ത്രീയാണ്. അവർ ഞാൻ ഫേസ്ബുക്കിൽ ചർച്ച ചെയ്ത് എന്നെ തെറി വിളിച്ച് ഓട് ചെയ്ത്, നിങ്ങളെ ബ്രാഹ്മണ സാമ്പാറാണ് മറ്റാന്ന് പറഞ്ഞിട്ട് ഓട് ചെയ്ത്. മനസ്സിലായില്ലേ? അതുപോലെ അവരുടെ ഭർത്താവ്, അതെ ഇതിപ്പോ പറഞ്ഞിത്രേ ഉള്ളൂ, അവരുടെ ഭർത്താവിന് പോലും ഇസ്ലാമിക സാഹിത്യത്തിലാണ് ഡോക്ടറേറ്റ് ഉള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇറ്റ് ഹസ് ഓൾറെഡി ബീൻ ഹൈജാക്ട്. ഇവിടെ കമ്മ്യൂണിസം എന്നോ മതേതരത്വം എന്നോ പറഞ്ഞ് നടക്കുന്ന ടീമിനെ പണം കൊടുത്ത് മെരുക്കി സ്വന്തം ലായത്തിൽ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ദേ കാന്റ് സ്പീക്ക് അഗൈൻസ്റ്റ് ഇസ്ലാമിക് ഫോഴ്സസ്, അത് ഉറപ്പാണ്. ഞാൻ പറയുന്നത് ശ്യാംകുമാറിനെ ഈ
ഈ രാമായണത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ഒരു തർക്കത്തിന് ശ്യാംകുമാർ അത് കേൾക്കും എന്തായാലും. അയാൾ ഇത് വരണം. കുറെ കാലമായിട്ട് അയാൾ നാരായണ ഗുരുവിനെ വെച്ച് ഉരുട്ടുന്നുണ്ട്. നാരായണ ഗുരു അല്ലാത്ത പ്രമാണങ്ങളും ഹിന്ദുക്കൾക്കുണ്ട്. വേദം മുതൽ ശങ്കരാചാര്യർ വരെ, അല്ല പോട്ടെ, ഇനി അത് ജാതി പറയേണ്ടത്, അല്ലാത്ത പ്രമാണം വ്യാസൻ മുതൽ ഉള്ള പ്രമാണങ്ങളുണ്ട്. അത് പഠിച്ചവരുണ്ട്. ആ തിരി തർക്കിക്കാം. അല്ലാതെ ഏകപക്ഷീയമായിട്ട് മാധ്യമം തരുന്ന പൈസ വാങ്ങിയിട്ട് ഇങ്ങനെ ഇരുന്ന് വിഡ്ഢിത്തരവും വേണ്ടാധീനമാണെന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ നമ്മൾ ഇവന് ഒരുപാട് അവസരം കൊടുക്കുന്ന, ഇവനെ പറ്റി ചർച്ച ചെയ്തിട്ട് നമ്മൾ ഇയാളെ പ്രശസ്തനാക്കുന്നു എന്നൊരു പ്രശ്നം ചിലർ പറയാറുണ്ട്. അത് കഴമ്പില്ല. ഒരു വിമർശനം ഉന്നയിച്ചാൽ അതിന് മറുപടി പറയണം. അതാണ് എന്റെ രീതി. അല്ലാണ്ട് അയാളെ നമ്മൾ വെറുതെ പ്രശസ്തനാക്കേണ്ട, അതൊന്നും ന്യായമല്ല. അയാൾ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അത് NVP ഉണിത്തിരി മാഷ പുസ്തകം നോക്കി എഴുതിയതാണ്. ഇയാളുടെ തലയിൽ വിരിഞ്ഞല്ല. ഇയാൾ രാമായണം മുഴുവൻ വായിച്ചിട്ടില്ല. ഇയാളുടെ സംസ്കൃത ഉച്ചാരണം കേട്ടാൽ അറിയാം. സംസ്കൃതത്തിന് അടിസ്ഥാന ശബ്ദ പാഠങ്ങൾ പോലും അയാൾക്ക് അറിയില്ല. അത് നമുക്ക് തർക്കത്തിന് വിട്ടേക്കാം. ഓക്കെ, ഡോക്ടർ TS ശ്യാംകുമാർ സംവാദത്തിന് തയ്യാറാണെങ്കിൽ ഞങ്ങൾ വേദി ഒരുക്കും. വിദ്യാസാഗർ ഗുരുമൂർത്തിയുടെ വെല്ലുവിളി സ്വീകരിക്കുന്നുണ്ടോ എന്ന് ശ്യാംകുമാർ അറിയിക്കുക. എന്തായാലും അജണ്ട കുത്തിത്തിരിപ്പോ കടന്നുകയറ്റമോ ഒന്നുമല്ല, ഇസ്ലാമിക വൽക്കരണം തന്നെയാണ്. ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.